അംഗീകരിക്കണമെന്ന നിലപാടിൽ ICC. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് ഒന്ന് പോകണം. ആദ്യം തന്നെ ഈ ആന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി വരായിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഉത്സവങ്ങളെ ബാധിക്കത്തക്ക വിധത്തിലാകും ആ വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനു മുൻപ് കോതമംഗലം കുട്ടമ്പുഴയിലേക്ക് ഒന്ന് പോകണം. അവിടെ വനത്തിൽ കുടുങ്ങിയ സ്ത്രീകൾക്കായി തെരച്ചിൽ തുടരുകയാണ്. തെരച്ചിലിനിറങ്ങിയ 4 സംഘങ്ങളിൽ 2 സംഘം മടങ്ങിയെത്തി. കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും വെല്ലുവിളിയായതായി മടങ്ങിയെത്തിയവർ പറഞ്ഞു. പശുവിനെ തിരഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്ക് കാട് കയറിയ 3 സ്ത്രീകളെയാണ് കാണാതായത്. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവരെക്കുറിച്ച് ഇത്തരത്തിൽ വനത്തിൽ കുടുങ്ങിയതായുള്ള വിവരം കിട്ടിയത്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും അടക്കം വലിയൊരു സംഘം തെരച്ചിലുണ്ടായിരുന്നു. ഇവരെ എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്താണ് ഇപ്പോൾ ഈ തെരച്ചിലിന് തടസ്സമാകുന്നത്? ഈ ആട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്, കുട്ടമ്പുഴയിലെ ആട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വനത്തിനുള്ളിലാണ് ഈ സ്ത്രീകൾ അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പശുവിനെ തിരിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ 3 സ്ത്രീകൾ കാട്ടിനുള്ളിലേക്ക് പോയത്. അതിലൊരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അല്പസമയം, അതായത് ആ സമയത്ത് അവര് വഴി അറിയാതെ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ആ മൊബൈൽ റേഞ്ച് പോവുകയും തുടർന്ന് ഈ പറഞ്ഞതുപോലെ അവര് ഈ തെരച്ചിൽ സംഘത്തിന് അല്ലെങ്കിൽ തെരച്ചിൽ കണ്ടെത്താനാകാത്ത തരത്തിലേക്ക് എവിടെയാണെന്ന് അറിയാത്ത തരത്തിലേക്കും ആവുകയും ചെയ്യുകയായിരുന്നു. പിന്നീടാണ് ഈ പറഞ്ഞതുപോലെ ഈ സ്ത്രീകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ തിരിച്ചു വന്നിട്ടില്ല എന്നൊരു അവസ്ഥ കുടുംബം അറിയിക്കുന്നത്. അതിനുശേഷമാണ് ഈ തെരച്ചിലേക്ക് കടക്കുന്നത്. ആദ്യം നാട്ടുകാരായിരുന്നു, പിന്നീടത് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ തെരച്ചിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പോലീസും തെരച്ചിൽ സംഘത്തിലുണ്ട്. എന്തായാലും തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഈ തെരച്ചിൽ നിർത്തിയ ശേഷം വെളുപ്പിനെ 3 മണിക്കാണ് അവർ തെരച്ചിൽ അവസാനിപ്പിക്കുന്നത്. കാട്ടാനക്കൂട്ടവും അതുപോലെ കാടിനുള്ളിൽ വെളിച്ചക്കുറവും തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എന്തായാലും ഇപ്പോഴും രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ 3 പേരും എവിടെ പോയി എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതിനുള്ളിൽ അകപ്പെടുകയും അതുപോലെ കാട്ടാനക്കൂട്ടത്തെ കണ്ടൊരു പക്ഷെ ഭയന്നിരിക്കുന്നതാവുക, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ സ്ത്രീകൾ ഇന്നലെ ഒരു ഉച്ചയോടുകൂടിയാണ് വനത്തിനുള്ളിലേക്ക് പോയത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെട്ട് നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ തെരച്ചിൽ തുടർന്നിരിക്കുന്നത്. ഇന്നലെ 4 മണി വരെയാണ് ഇവരെ ഫോണിൽ ലഭ്യമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അത് റേഞ്ചിന്റെ പരിധി വിട്ടു പോയ ഒരു സാഹചര്യം കൂടിയാണ് തെരച്ചിൽ കൂടുതൽ ദുർഘടമാക്കിയത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യം പോലും നിലവിലില്ല. ഒരുപക്ഷെ ഫോൺ ഓഫായി പോയതാകാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ റേഞ്ച് ഔട്ട് ആയതാകാം. എന്തായാലും ഈ 3 പേരും എവിടെ പോയി എന്നുള്ള കാര്യം നിലവിൽ ദുരൂഹമാണ്. നിലവിൽ ഈ 3 പേരുടെയും 3 പേരും ഏത് സാഹചര്യത്തിലാണ് ഉള്ളത് എന്നറിയാനുള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ രാവിലെ തന്നെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 സംഘങ്ങളാണ് സ്ത്രീകളെ ഇന്നലെ രാത്രി തന്നെയാണ് 2 സംഘങ്ങളാണ് സ്ത്രീകളെ കണ്ടെത്താനാകാത്തതോടെ തിരിച്ചു വന്നത്. കാരണം രാത്രിയിൽ തന്നെ ആണെങ്കിൽ പോലും ഉൾക്കാട്ടിലുള്ള തെരച്ചിൽ തന്നെ ആയിരുന്നു അവരും നടത്തിയത്. നാട്ടുകാരുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം ആണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും ഇന്നും തെരച്ചിൽ തുടരുകയാണ്. ഈ 3 പേര് എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയായിട്ടില്ല. രഞ്ജിത്ത്, ഇവർ ഈ പശുവിനെ തേടി, ഇത് നമുക്കറിയാം വലിയ കാട് ഉള്ള ഒരു പ്രദേശമാണ്. ഉൾക്കാടൊക്കെ ഒരുപാടുണ്ട്, വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്, ആനക്കൂട്ടങ്ങളുണ്ട്. അങ്ങനെ ഈ പശുവിനെ തേടിയുള്ള യാത്രയായിരുന്നു ഈ സ്ത്രീകളുടേത്. ഇവർക്ക് ഒപ്പം മറ്റുള്ള ആളുകളും സ്വാഭാവികമായി ഉണ്ടായിരിക്കും. ഈ 3 പേർ മാത്രം കാട്ടിലേക്ക് കയറിപ്പോകുന്നു. അതിനുശേഷം ഇവരെ 4 മണി വരെ ഇവരോട് സംസാരിക്കാൻ, ഫോണിലടക്കം സംസാരിക്കാൻ സാധിക്കുന്നു. പിന്നീട് റേഞ്ച് ഇല്ലാതാകുന്നു. ഈ കുടുംബാംഗങ്ങൾ പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ ഈ കാട് പരിചയമുള്ള ആളുകളാണോ ഇവർ? നേരത്തെയും ഇത്തരം കാട്ടിനുള്ളിലേക്കൊക്കെ പോയി പരിചയമുള്ള ആളുകളാണോ? 1-2 സാധ്യതകൾ നേരത്തെ ആജ്ഞ പറഞ്ഞതുപോലെ, ഒന്നുകിൽ വന്യമൃഗങ്ങളെ കണ്ട് എവിടെയെങ്കിലും പേടിച്ചൊളിച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഉൾക്കാട്ടിൽ വഴിതെറ്റിപ്പോയി തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. പക്ഷേ കാടൊക്കെ പരിചയമുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ സുരക്ഷിതമായി അവർ തിരികെ എത്താനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ്. ഇവര്
വൈകുന്നേരം ഒരു 4 മണിയോടെ വീട്ടുകാരുമായി ഫോണിൽ കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ അറിയിച്ചിരുന്നത് വഴി തെറ്റിയിട്ട് എവിടെയാണെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അറിയിച്ചിരുന്നത്. ഈ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ കാടിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ് പൊതുവെ ഇങ്ങനെ പശുക്കളെയൊക്കെ അഴിച്ചുവിടുകയാണ്. അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പശുക്കളെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിയിട്ട് സുരക്ഷിതമായി നിർത്തുന്ന ഒരു ഇതാണ്. പക്ഷേ ഇവിടെ പശുക്കൾക്കും കാടറിയാം, അതുപോലെ ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾക്കും കാടറിയാം എന്നുള്ള ഒരവസ്ഥയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പശുക്കളെ അങ്ങനെ മേയാൻ വിടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏരിയ കൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഭാഗങ്ങളും അറിയണം എന്നില്ല. പക്ഷെ കാട് പരിചിതമുള്ളത് കൊണ്ട് അതുകൊണ്ടായിരിക്കാം ഈ സമയം വരെയും വീട്ടുകാർ അതിനോട് കോണ്ടാക്ട് ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ അന്വേഷിച്ച് പോകാതിരുന്നതും. 4 മണി ആയ ശേഷമാണ് ഇവർ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ളിൽ അകപ്പെട്ടു പോയി ഏത് വഴിക്കാണ് വരേണ്ടതെന്ന് അറിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ഏതാണ് വഴി ഏതെന്ന് മനസ്സിലാകുന്നില്ല എന്ന ഒരു സാഹചര്യമായിരുന്നു അവർ വീട്ടുകാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. എന്തായാലും 4 സംഘങ്ങളായിട്ടാണ് വനം വകുപ്പും പോലീസും ഉൾപ്പെടെ 4 സംഘങ്ങളായിട്ടാണ് തെരച്ചിൽ തുടങ്ങിയത്. അതിൽ 2 സംഘങ്ങളാണ് ഇന്നലെ രാത്രി തിരിച്ചെത്തിയത്. മറ്റുള്ളവർ തന്നെ വെളിച്ചക്കുറവും ഈ പറഞ്ഞത് കാട്ടാനശല്യം ഉള്ള പ്രദേശമാണ്. നമുക്കറിയാം കുട്ടമ്പുഴ കൊതമംഗലത്ത് നേരത്തെ തന്നെ ആനക്കൂട്ടം വീട്ടിലേക്ക് ഇറങ്ങി വന്ന സ്ത്രീയെ ചവിട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരം ഒരു ഏരിയ കൂടിയാണ്. അത് ഭീതി ഉണർത്തുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ചും ഇവരുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് ഒരു ബുദ്ധിമുട്ട്, സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ പോലീസിനായാലും സമീപവാസികൾക്കായാലും വീട്ടുകാർക്കായാലും അവർ ആ സമ്മർദ്ദത്തിൽ തന്നെയാണ്. ഇന്നലെ രാത്രി 3 മണി വരെ ഓടെയാണ് ഏതാണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത്. വെളുപ്പിനെ 3 മണിയോട് കൂടിയാണ്. പക്ഷേ ഈ പറയുമ്പോൾ അവർക്ക് ഈ പറയുന്നതുപോലെ അത് മനുഷ്യരാണ്. തിരയാനായാലും സാങ്കേതികത എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യത്തിലും തടസ്സമുണ്ടായിട്ടുണ്ടാകാം. വെളിച്ചക്കുറവ് ഒരു പ്രശ്നമായിരുന്നു കാട്ടിനുള്ളിലേക്ക്. അതിനുള്ള സംവിധാനങ്ങൾ ഒരു പക്ഷേ ഉപയോഗപ്പെടുത്തിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ തെരച്ചിലിനും ഉൾക്കാടാണ്, തെരച്ചിലിനും പരിധി ഉണ്ടാകാം. ഈ പറഞ്ഞ വന്യമൃഗശല്യം ഉണ്ടാകുന്നത് അത് കാട്ടുപന്നി ആയാലും പുലിയായാലും കാട്ടാനയായാലും ആളുകൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന ജീവികൾ തന്നെയാണല്ലോ. തീർച്ചയായും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കുട്ടമ്പുഴ വനത്തിൽ വലിയ ഉൾക്കാടൊക്കെയുള്ള മേഖലയാണ്. അവിടെ കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കുടുങ്ങിയാണ് ഈ സ്ത്രീകൾ. ഇപ്പോൾ ഇവരെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത അവസ്ഥയാണ്. ബന്ധുക്കളടക്കം അവിടെയുണ്ട്. പല സംഘങ്ങളായുള്ള തിരച്ചിൽ അവിടെ നടത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കാടൊക്കെ പരിചിതമായ സ്ത്രീകളാണ്. ഇവരിവിടെയൊക്കെ പലപ്പോഴും വരുന്നവരാണ്. പശുക്കളെ മേയ്ക്കാനും മറ്റും എത്തുന്നവരാണ്. ഈ പശുക്കൾ ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയപ്പോഴാണ് ഇതിന് തിരഞ്ഞുപോയ ഈ 3 സ്ത്രീകൾ ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഇവർ എവിടെയെങ്കിലും സുരക്ഷിതമായി ഉണ്ടായിരിക്കാം എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതിങ്ങനെ ആത്മവിശ്വാസത്തിലാണ് കൊണ്ടുപോകുന്നത്. ഫയർഫോഴ്സും വനം വകുപ്പ് അധികൃതരും പോലീസും നാട്ടുകാരുമൊക്കെ കാര്യക്ഷമമായി തന്നെ രംഗത്തുണ്ട്. ഇന്ന് ഇപ്പോൾ ചില സംഘങ്ങൾ മടങ്ങിയെന്നുള്ള സൂചന ഉണ്ടായിരുന്നല്ലോ ആജ്ഞ. അവരടക്കം എല്ലാ പൂർണ്ണ സജ്ജീകരണത്തോടു കൂടിയാണോ? ഇന്നെന്തെങ്കിലും പുതിയ സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ടോ തിരച്ചിലിന്? തീർച്ചയായിട്ടും നിശ്ചിത്. കാരണം ഈ പറഞ്ഞതുപോലെ ഇന്നലെ വൈകുന്നേരം ഇവരെ തിരിച്ചു വരും എന്നൊരു ധാരണയിലായിരുന്നിരിക്കുക ഒരുപക്ഷെ ആളുകൾ തെരഞ്ഞു തുടങ്ങി എന്നുള്ള കാര്യം വാസ്തവമാണ്. പക്ഷെ അത് രാത്രിയായപ്പോഴാണ് അതിനെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഇത്ര അധികം പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ആ സ്ത്രീകൾ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചെത്താൻ കഴിയാത്ത എന്തവസ്ഥയാണ് എന്നുള്ള കാര്യം അവർ കണ്ടെത്തിയ ശേഷമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ആ അവസ്ഥ എന്ത് തന്നെയാണെങ്കിൽ പോലും അത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, അതായത് വന്യമൃഗശല്യമുള്ള പ്രദേശങ്ങളായതുകൊണ്ടും ഉൾക്കാടിനെ പക്ഷേ അറിയാത്ത സ്ത്രീകളാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഭീതി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു ക്രൂഷ്യലായ സിറ്റുവേഷനിലാണ് അവരുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഒരു പക്ഷേ വൈകിട്ടുണ്ടാകാം. ഈ 4 മണി വരെ ഈ സ്ത്രീകളുമായി കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്നേരം തുടരുക ആജ്ഞ. ഇപ്പോൾ മിനി മനോഹരൻ കുട്ടമ്പുഴ വാർഡ് അംഗമാണ്, ടെലിഫോൺ ലൈനുണ്ട്. നമസ്കാരം മാഡം. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇപ്പൊ ഇത്ര സമയം കഴിഞ്ഞല്ലോ. നിലവിൽ നമ്മൾ അവിടെയുള്ള മെമ്പർമാരോട്, അതായത് ഞാൻ 13-ാം വാർഡിലെ മെമ്പർ, ഇഞ്ചിത്തോട്ട് വാർഡിലെ മെമ്പറാണ്. നമുക്ക് നിലവിൽ അവിടെയുള്ള മെമ്പറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ച് പോയിരിക്കുന്ന ആളുകളിൽ കുറച്ച് പേരെ വഴിതെറ്റി പോയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് നിലവിൽ ഈ ആളുകളെ കുറിച്ച് യാതൊരു അറിവില്ല എന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഇതൊരു വലിയ ഉൾക്കാടാണോ? അകത്തൊക്കെ വലിയ ഉൾക്കാടാണോ? കാടാണ്. പക്ഷെ അവിടെ ജനിച്ചു വളർന്ന ആളുകളൊക്കെ തന്നെ ആയ കാരണം അവർക്ക് കാടുകളുമായിട്ട് നല്ല
ബന്ധങ്ങളുള്ളതാണ്. പല പ്രാവശ്യം കന്നുകാലികളെ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ കാണാണ്ട് വരുമ്പോൾ ഇവര് അന്വേഷിച്ച് പോകാറൊക്കെ ഉള്ളതൊക്കെയാണ്. അകത്തേക്കൊക്കെ സ്ഥിരമായി കയറി പോകുന്നവരാ അല്ലേ? മിക്കവാറും തന്നെ പോണവരൊക്കെയാണ്. ഇവരെങ്ങനെയാ ഈ പശു വളർത്തലാണോ ഇവരുടെ ഉപജീവന മാർഗം? നമ്മുടെ പഞ്ചായത്തിന് വെച്ച് നോക്കുമ്പോൾ അധികം ക്ഷീരകർഷക മേഖല ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പൊ അവരുടെ ഏക വരുമാന മാർഗം അതൊക്കെ തന്നെയാണ്. അതെ അതെ, സ്വാഭാവികമായിട്ടും ഇങ്ങനെ പശുക്കൾ അകത്തോട്ട് കയറി പോകുമ്പോൾ അതിനെ തിരഞ്ഞു പോവുക എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നതാണ്. പക്ഷെ ഒരു പക്ഷേ അല്പം അകത്തേക്കൊക്കെ കയറിപ്പോയ പശ്ചാത്തലം ഉണ്ടാകാം അല്ലേ? അല്ല, അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു കാടുമായിട്ട് അത്ര പരിചയമുള്ള കാരണമല്ല പോയത്. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഒന്ന് പ്രവചിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. എന്ത് സംഭവിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രാത്രിയല്ല, ഒരു 5 മണി ആയ സമയം ഞാൻ അവിടുന്ന് വിളിച്ചതിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് 5 മണി ആയപ്പോ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുറ്റുംപുറം ആനയുടെ ഒരു സാന്നിധ്യമുണ്ട്. നിലവിൽ അവരെ കോൾ ചെയ്യണ്ട, റിങ് ചെയ്യുമ്പോൾ അവർക്ക് അത് എന്തൊരു വിഷമത കാരണം ഫോണിനകത്ത് വിളിക്കണ്ട എന്ന് അവർ പറഞ്ഞു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. ഫോണിന്റെ ശബ്ദം കേട്ട് അടുത്തേക്ക് വരാനുള്ള സാഹചര്യം നിലവില് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും മറ്റു എല്ലാവിധ വിഭാഗത്തിലുള്ള ആളുകളും നമുക്ക് കാടുകളിൽ ഇന്നലെ രാത്രി വൈകിയും തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. നേരം വെളുത്തും അവരുടെ തെരച്ചിലും മറ്റുള്ള കാര്യങ്ങളിലുമാണ്. ഇവര് നാട്ടുകാർക്ക് എന്തായാലും ഈ പ്രദേശമൊക്കെ പരിചിതമായിരിക്കും. നാട്ടുകാർക്ക് നല്ല രീതിയിൽ അറിയാം. എല്ലാവരും തന്നെ നല്ല രീതിയിലാണ്, ഫുൾ സപ്പോർട്ടായിട്ടാണ് ഉദ്യോഗസ്ഥരുടെ കൂടെ നടക്കുന്നത്. ഈ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യം എന്തെങ്കിലും കണ്ടാൽ ഇവരെവിടെയെങ്കിലും ഒളിച്ചിരിക്കാനും സുരക്ഷിതമായി ഇരിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകാം ഈ പ്രദേശം പരിചയമായതുകൊണ്ട്. അതുകൊണ്ടാകാം ഒരുപക്ഷെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതല്ലേ? അതായിരിക്കും. പിന്നെ രോഗികള് സുഖമില്ലാത്ത ഇങ്ങനെയൊക്കെ പ്രഷർ ഷുഗർ ഇപ്പൊ നിലവിൽ എല്ലാവർക്കും ഒക്കെ ഉള്ള ഒരു കാലം. ഇനിയിപ്പോ ഇത്ര സമയമൊക്കെ ആയ കാരണം ആ ഒരു രീതിയില് വയ്യാണ്ട് ആയി പോയോ അങ്ങനെ എന്തായാലും അറിയില്ലല്ലോ. ഇന്നലെ 1 മണിക്കാണെന്ന് തോന്നുന്നല്ലേ അവരകത്തേക്ക് കയറി പോയത്? 1 മണിക്ക് പോയെങ്കിൽ 4 മണിക്ക് ശേഷമാണ് മറ്റുള്ള ആളുകൾ വിവരം അറിയുന്നത്. അതിനെന്താ സാധാരണ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരാറും ഇതൊക്കെ ഉള്ളതല്ലോ, ആളുകൾ അതില് ഇങ്ങനെയൊക്കെ പോകാറുള്ളതാണ്. നന്ദി മാഡം. മിനി മനോഹരനാണ്, കുട്ടമ്പുഴ പഞ്ചായത്ത് അംഗമാണ്. പാർക്കുട്ടി, മായ, ഡാർലി സ്റ്റീഫൻ എന്നിവരെയാണ് ഈ 3 വനിതകളെയാണ് കാണാതായത്. രാത്രി വൈകിയും തെർമൽ ക്യാമറ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധന തുടർന്നിരുന്നു. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് സ്ഥിരീകരിക്കുന്നത് ഇത്തരത്തിൽ സ്ത്രീകളെ കാണാനില്ല എന്നുള്ളത്. 1 മണിയോടുകൂടി, അതായത് 1 മണിക്ക് ഇവർ വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. ഈ പശുക്കളെ തേടി 3 മണിക്കൂറിന് ശേഷമാണ് ഇവരെ കാണാനില്ല എന്നുള്ള സ്ഥിരീകരണം വരുന്നത്. 4 മണി വരെയൊക്കെ ഈ മായയുമായി 4 മണി വരെ ഭർത്താവ് ഫോണിൽ സംസാരിച്ചിരുന്നു. ബാറ്ററി തീരുമെന്നും മൊബൈൽ ഫോൺ ഓഫാകുമെന്നും മറ്റും ഭർത്താവിനെ മായ വിളിച്ചറിയിച്ചിരുന്നു. കൂട്ടത്തിലുള്ള പാറുക്കുട്ടി എന്ന സ്ത്രീക്ക് വനമേഖലയെക്കുറിച്ച് പരിചയമുണ്ട്. പക്ഷേ രാത്രി ആയതിനാൽ ഒരുപക്ഷെ സ്ഥലമൊക്കെ മാറിപ്പോകാനുള്ള സാഹചര്യമുണ്ട് എന്നും പറയുന്നുണ്ട്. വലിയ തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. നാട്ടുകാരുടെ സാന്നിധ്യമുണ്ട്, നാട്ടുകാരുടെ തിരച്ചിലുണ്ട്, ഫയർഫോഴ്സ് സംഘമുണ്ട്, വനം വകുപ്പിന്റെ ആളുകളുണ്ട്. ഏതായാലും വലിയ സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ ഈ കുട്ടമ്പുഴ മേഖലയിൽ തിരച്ചിൽ തുടരുന്നത്. 4 സംഘങ്ങളിൽ 2 സംഘം മടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ പരിചയമുള്ള സ്ത്രീകളാണ് ചിലരെങ്കിലുമൊക്കെ. പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് വനമേഖല വഴിതെറ്റിപ്പോകാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പറ്റാവുന്ന മേഖലകളിലൊക്കെ പോയിട്ടാണോ ഈ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്? ആജ്ഞ, കാണാതായത് 3 പേരെയാണ്. ഈ 3 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. ഇന്നലെ രാത്രി വൈകിയും തെരച്ചിൽ തുടർന്നു എന്നുള്ളതാണ്. ഇന്നലെ 1 മണിയോടുകൂടിയാണ് ഇവർ വനമേഖലയിലേക്ക്, ഉൾവനത്തിലേക്ക് കയറിപ്പോയതും. തുടർന്ന് 4 മണി വരെ ഇവരുമായി സംസാരിക്കാൻ ബന്ധുക്കൾക്ക് സാധിച്ചിരുന്നു. ഇവർ ഒരാളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ റേഞ്ച് നഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഫോണിന്റെ ബാറ്ററി തീർന്ന് സ്വിച്ച് ഓഫ് ആയതാകാം. അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ ഈ ആനകളുടെയൊക്കെ ശല്യമുള്ള സ്ഥലമാണ്, അവിടെ സംസാരിക്കേണ്ട എന്ന് വെച്ചൊരു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതാകാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ രാത്രി വൈകിയും ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നില്ല എന്നുള്ളത് അല്പം പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതനുസരിച്ചുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി കൂടി ടെലിഫോൺ ലൈനുണ്ട്. നമസ്കാരം മാഡം. നമസ്കാരം.
എന്താ ഏറ്റവും എന്തെങ്കിലും ഒരു പുതിയ വിവരം നൽകാനുണ്ടോ? പുതിയ വിവരമൊന്നും കിട്ടിയിട്ടില്ല. നമ്മളെ രാവിലെ 3 ടീമായിട്ട് തെരയാനായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇവരോട് 4 മണി വരെയൊക്കെ ബന്ധുക്കൾ സംസാരിച്ചിരുന്നു അല്ലേ? 4 മണി വരെ അവര് വിളിച്ചിരുന്നു ഇങ്ങോട്ട്. എത്ര ദൂരത്താണ്, ഉള്ളിലാണ്, ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള അറിവില്ല എന്നും പറഞ്ഞു. 4 മണിക്ക് വിളിച്ച് അറിയിച്ചിരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ അതെ പെട്ടുപോയി എന്നുള്ളത്. ഇപ്പൊ എങ്ങനെയാണ് എന്തെങ്കിലും ആധുനികമായ എന്തെങ്കിലും ഈ തെർമൽ സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിക്കാമല്ലോ, അതൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അത് ഇന്നലെ രാത്രിയൊക്കെ അല്ലായിരുന്നോ? അത് പറ്റിയില്ല. അപ്പൊ രാവിലെ മുതലെല്ലാം ചെയ്യുന്നുണ്ട്. ഉണ്ട് രാവിലെ വരെ എല്ലാ എന്തെങ്കിലും പുതിയ സന്നാഹങ്ങൾ എടുക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മളെ ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ ട്രൈബലിനൊക്കെ ഉപയോഗിച്ച് അവർക്കാണല്ലോ കാട് കൂടുതൽ ഇത് അറിയാവുന്നത്. പിന്നെ ഫോറസ്റ്റ് പോലീസ് അങ്ങനെ എല്ലാവരും കൂടി തിരയുന്നുണ്ട്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സംവിധാനത്തിലൂടെ തന്നെ. ഈ വനവകുപ്പ് അധികൃതർക്ക് വനവകുപ്പുകാർക്കൊക്കെ ഈ മേഖലയൊക്കെ നല്ല പരിചയമായിരിക്കുമല്ലോ. അതെ. ഇവിടെ വന്യമൃഗ ശല്യമൊക്കെ ഉള്ള മേഖലയാണോ മാഡം? എല്ലാ മൃഗങ്ങളും ഉള്ള മേഖലയാണ്. നാട്ടിലേക്കൊക്കെ ഇറങ്ങി ശല്യപ്പെടുത്താറുണ്ടല്ലേ? ഈ ആനയാണ് ഏറ്റവും കൂടുതൽ കടന്നു വരാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം കാടിനുള്ളിൽ കാണുമല്ലോ. സ്വാഭാവികമായിട്ട് ഇവര് ജനറൽ മേഖലയായതുകൊണ്ടേ ആളുകളായതുകൊണ്ട് അവർക്ക് കാട്ടിൽ അത്ര പരിചയമില്ലല്ലോ. എങ്ങനെ പോകണം, എവിടെ നിന്ന് തിരിയണം എന്നുള്ള. പിന്നെ രാത്രിയും ആയതുകൊണ്ട്. പക്ഷെ അവരൊരു സുരക്ഷിതമായ ഒരു സ്ഥലത്തുണ്ടെന്നാണ് ലാസ്റ്റത്തെ കോളും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണത്. എന്താ അവസാനം എന്താ പറഞ്ഞത് ബന്ധുക്കളോട്? ഞങ്ങളൊരു കല്ലിന്റെ ഭാഗത്താണ്, ഒരു പാറപ്പുറത്താണ്. അപ്പോ ആനയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് അവര് പറയാനായിട്ട്. പിന്നെ അപ്പത്തേന് ഫോൺ കട്ടായി. ഒരുപക്ഷെ ചാർജ് തീർന്നതായിരിക്കും അല്ലേ? ചാർജ് തീർന്നതായിരിക്കും. റേഞ്ച് ഇല്ലാത്ത സ്ഥലമുണ്ടേ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ചില ഭാഗങ്ങളിൽ റേഞ്ച് കിട്ടൂല. അതിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ നമുക്കത് പറഞ്ഞോളൂ. അവിടെ നമുക്കത് ലാസ്റ്റ് ഇത് കിട്ടാൻ വേണ്ടി നോക്കിയിട്ട് കിട്ടുന്നില്ല. ടവർ ലൊക്കേഷനെ കിട്ടിയിട്ടില്ല. ഇപ്പൊ രാവിലെയും കൂടെ തരാനായിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ പകലൊക്കെ ആയതുകൊണ്ട് കണ്ടെത്താമെന്നാണ് നമ്മുടെ വിശ്വാസം. ശരി മാഡം, നന്ദി സംസാരിച്ചതിന്. ഏതായാലും കാന്തി വെള്ളക്കയ്യനാണ്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് നമ്മോടൊപ്പം ചേർന്നത്. അങ്ങനെ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രാവിലെയും തിരച്ചിൽ കാര്യമായി തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് മറ്റൊരു വാർത്ത, ആദ്യം പറഞ്ഞതുപോലെ ആനകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആനകളുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിന് ഇളവ് തേടി ദേവസ്വം ഭരണസമിതി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉത്സവത്തിന് 15 ആനകളെ എഴുന്നള്ളിക്കാൻ അനുവദിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. എഴുന്നള്ളിപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാകുമോ എന്ന് ചോദിച്ച ഹൈക്കോടതി ആന എഴുന്നള്ളത്ത് അനിവാര്യ മതാചാരമല്ലെന്നും ആവർത്തിച്ചിരുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇന്നലെ കടുപ്പിച്ചായിരുന്നു കോടതിയുടെ ചില പരാമർശങ്ങൾ. അതായത് ആനപ്രേമികൾക്കെതിരെ ആഞ്ഞടിച്ചു കോടതി. ആനപ്രേമികൾക്ക് ആനയുടെ നല്ലതല്ലേ ആഗ്രഹമെന്ന് ചോദിച്ചു. ഈ ആനകൾ തമ്മിൽ തൊട്ടുരുമി നിൽക്കരുത്, 3 മീറ്ററെങ്കിലും അകലം വേണമെന്ന് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരുപക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ആനകൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളെയൊക്കെ ബാധിക്കത്തക്ക വിധം, തൃശ്ശൂർ പൂരത്തെ അടക്കം ബാധിക്കത്തക്ക വിധമാണ്. അവരൊക്കെ ഒരു പുനർവിചിന്തനം നടത്തണം എന്നാണ് കോടതി ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും മിക്ക ഉത്സവങ്ങളിലും ആനകൾ ഒരു സജീവ സാന്നിധ്യമാണ്. അപ്പോൾ അതിനെയൊക്കെ ചില മാർഗനിർദ്ദേശങ്ങൾ, നേരത്തെ ആനകളെ സഞ്ചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പകൽ എത്ര ദൂരം കൊണ്ടുവരാം എന്നതുമായി ബന്ധപ്പെട്ട്, ലോറിയിൽ എത്ര ദൂരം യാത്ര ചെയ്യിപ്പിക്കാം ഒരു ദിവസം എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പിന്തുടർച്ചയായാണ് ഇപ്പോൾ എഴുന്നള്ളത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണം ആന വിഷയത്തിൽ എന്നുള്ള ആവശ്യം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്നാണ് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. അവിടെ 15 ആനകളെ എഴുന്നള്ളിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ തയ്യാറെടുപ്പുകളൊക്കെ അന്തിമഘട്ടത്തിലാകാം. അപ്പോൾ കോടതിയുടെ തീരുമാനം പ്രധാനമാണ്. കോടതി പറയും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതനുസരിച്ച് മാത്രമാണ് ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാൻ സാധിക്കുക. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്ത് പ്രതീക്ഷിക്കണം കോടതിയിൽ നിന്ന്? എന്താണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ആവശ്യം? രഞ്ജിത്ത്, കോടതിയിൽ നിന്നും, അതായത് കോടതി ആനകളെ സംരക്ഷിക്കണം എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മുൻപ് തന്നെ ഇത്തരം ഒരു ഉത്തരവ്, അതായത് 3 മീറ്റർ അകലത്തിൽ ആനകളെ നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ തിരുവമ്പാടി ദേവസ്വം ഇതുമായി എതിർപ്പുമായി വന്നപ്പോൾ ഇത്തരം കാര്യമില്ല എന്നുള്ള നിലപാടിൽ തന്നെ ആയിരുന്നു കോടതി. അങ്ങനെ ഒരു നിലപാടായിരുന്നു കോടതി എടുത്തിരുന്നത്.
ഏതായാലും ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്ക് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഹർജി വീണ്ടും പരിഗണിക്കുന്നത് എത്ര ആനകളെ, അതായത് ഈ അകലത്തിൽ നിർത്താനാകുമെന്നുള്ളൊരു ചോദ്യം കൂടി ആന എഴുന്നള്ളിപ്പ് ബന്ധപ്പെട്ട് കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാർഗനിർദ്ദേശം മാറ്റണമെന്നിട്ടുള്ള കൊച്ചി ദേവസ്വത്തിന്റെ ഹർജിയും തള്ളിയിട്ടുണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ച്. ആ കേസ് വീണ്ടും ബുധനാഴ്ച പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പൂർണ്ണത്രയ ക്ഷേത്രത്തിൽ 15 ആനകൾ എഴുന്നള്ളിക്കാൻ അനുവദിക്കണമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ ഹർജി നൽകിയിരിക്കുന്നത്. ഇത് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. അതായത് നേരത്തെ തന്നെ നമുക്കറിയാം മതാചാരപ്രകാരം ആനകളെ എഴുന്നള്ളിപ്പിക്കേണ്ട കാര്യം മസ്തിങ് ആണോ എന്നുള്ള കാര്യമാണ് കോടതിക്ക് അറിയേണ്ടത്. അത് അല്ല എന്നുള്ള കാര്യം കൊച്ചി ദേവസ്വം തന്ത്രിമാരുടെ പഠനത്തിൽ നിന്ന്, അതായത് ഈ താന്ത്രിക രേഖകളിലൊന്നും ഇത്തരത്തിൽ തിടം പേറ്റാൻ, ദേവനെ എഴുന്നള്ളിക്കാൻ ആനയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആനയെ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല എന്നുള്ള ഒരു തന്ത്രിമാർ തന്നെ നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മതാചാരവുമായി ബന്ധപ്പെട്ടുള്ളതല്ല, അത് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. തീർച്ചയായും തുടരുക. ആന ഉടമകളുടെ പ്രതിനിധിയായി ശ്രീ മഹേഷ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മഹേഷ്, ഇന്നലെ കോടതിയുടെ പരാമർശങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്താണ് ആന ഉടമകളുടെ പ്രതിനിധി എന്ന നിലയിലുള്ള പ്രതികരണം? കോടതി പറയുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിച്ചാണ്, ഒരുപാട് നിയന്ത്രണങ്ങൾ വേണ്ടിവരും കോടതിയുടെ നിരീക്ഷണം വെച്ചിട്ട്, അങ്ങനെ തീരുമാനം വന്നാൽ നമുക്കിടെ ഈ ഉത്സവങ്ങൾക്ക്. ഹലോ, പറഞ്ഞോളൂ. ഇതിനകത്തെ അതായത് കോടതിയുടെ ഒരു വിധിയാണ് വന്നിട്ടുള്ളത്, ഉത്തരവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കോടതിയെ കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നില്ല. പക്ഷെ ആനയുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഒരുപാട് NGO സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ചാനലടക്കമുള്ള എല്ലാവർക്കും മനസ്സിലാക്കി കാണും. അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വലിയൊരു ആശങ്കയുണ്ട്. കാരണം 2012 നാട്ടാന പരിപാലന ചട്ടമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദയവ് ചെയ്ത് നിങ്ങളെപ്പോലുള്ള ചാനലുകൾ പോലും അതൊന്ന് വായിച്ച് മനസ്സിലാക്കണം എന്താണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രൂപം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിന് നേരത്തെ ഞാൻ പറയുന്നത് കേട്ടു, ക്ഷേത്രത്തില് ആനയായി എഴുന്നള്ളിക്കുന്നത് താന്ത്രിക ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് ആന എഴുന്നള്ളിക്കുന്നത്. അത് ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഒരു എന്താ പറയാ, നമ്മുടെ തരണനല്ലൂര് പത്മനാഭ തന്ത്രിയൊക്കെ എഴുതിയിട്ടുള്ള പണ്ട് അദ്ദേഹം തിരുവമ്പാടി ദേവസ്വത്തിന് പ്രൊഫസർ മാധവൻകുട്ടി സാറ് ഉള്ള സമയത്ത് അദ്ദേഹത്തിന് കുറച്ചൊരു ലെറ്റർ ഉണ്ട്, ആന എഴുന്നള്ളിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ ഉണ്ട്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്ത്രശാസ്ത്രങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷെ അതൊന്നും കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ വലിയ, അതായത് ഹിന്ദു മതം ഇല്ലാതാകുമോ ആന എഴുന്നള്ളിച്ചില്ലെങ്കിൽ എന്ന ചോദ്യം കോടതി ചോദിക്കുകയാണ്. എവിടെയാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ചോദിക്കുകയാണ്. ഇത് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. കോടതിയിൽ ആ സമയത്ത് നമ്മൾ എന്തായാലും അതിനകത്ത് നമുക്ക് കോടതിക്ക് കോടതി സത്യസന്ധമായി കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഒരുപാട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ശങ്കരാചാര്യരുടെ സൂക്തങ്ങളിൽ പോലും പറയുന്നു ആന എഴുന്നള്ളിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്. ആ കൊല്ലം ആശ്രാമം ക്ഷേത്രം തൊട്ട് നമുക്ക് ഓരോ ഭാഗത്ത് നമുക്ക് നോക്കി വരാം. അങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് ആനയുടെ പ്രാധാന്യം എന്നുള്ളത്. ഈ പറയുന്ന ആളുകൾ തന്നെ ആന ജീവനോടെയുള്ള ആന വേണ്ട, പകരം റോബോട്ടിക് ആനകൾ മതി എന്ന് പറയുമ്പോ അപ്പൊ ആന വേണമെന്ന് പറയുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ വെറുതെ ഒരു ആനയുടെ രൂപം കൊണ്ടുവരുമ്പോ എന്താ അപ്പൊ അതിന്റെ പിന്നിൽ എന്താണ്? അപ്പൊ ആന വേണം എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കോടതി പറയുന്നത് കൊണ്ട് നമുക്ക് നേരിട്ടൊന്നും കോടതിയെ പറയാനായിട്ട് സാധിക്കില്ല. കാരണം കോടതിയെ നേരിട്ട് പറയണ്ട, നിങ്ങൾക്ക് കക്ഷി ചേരാം. താങ്കൾ ഈ പറഞ്ഞ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാം, അതിന്റെ ആവശ്യകത കോടതിയെ ബോധ്യപ്പെടുത്താം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിക്കാണ് അതിന് കൂടുതൽ സാധ്യതകൾ ഉള്ളത്. അതുകൊണ്ട് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അതിനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. ഓൾറെഡി സുപ്രീം കോടതിയിൽ കേസ് ഉള്ളതാണ്. അപ്പൊ കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ അവിടെയും കക്ഷി ചേർന്നിട്ടുള്ളതാണ്. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും സുപ്രീം കോടതിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഹൈക്കോടതിയിലുള്ളതാണ്. അപ്പൊ അവര് നമ്മുടെ വക്കീലിന് എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം അവർ മുന്നിലേക്ക് പോവും. പക്ഷെ ഇപ്പൊ അടുത്ത് നടക്കുന്ന ഉത്സവങ്ങൾക്ക് ഒരു ഭംഗം വരാത്ത രീതിയിൽ നടത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പൊ അതിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ട്. അതെ, ശരി. മഹേഷാണ് അദ്ദേഹം, ആന ഉടമകളുടെ സംഘടനയാണ്. കാരണം ആന ഉടമകൾക്കൊക്കെ ഇവരോട് ആശങ്ക ഉണ്ടാക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഉത്സവത്തിനൊന്നും ആന വേണ്ട, അല്ലെങ്കിൽ ആനകളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു വലിയ വ്യവസായം കൂടിയാണ് സംസ്ഥാനത്ത്. ഈ ആന ഉടമകൾ നിരവധി ആളുകളുണ്ട്. നാട്ടാനകൾ, ഒരുപാട് ആനകൾ എഴുന്നള്ളത്തിനും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. വലിയ ചെലവുള്ള ഒരു വ്യവസായം കൂടിയാണ് ആനകളെ പരിപാലിക്കുക എന്ന് പറയുന്നത്. ഉത്സവങ്ങളിലെ എഴുന്നള്ളിപ്പാണ് ആന ഉടമകൾക്കുള്ള വരുമാനം
വരുമാനം എന്നത് പ്രധാനമാണ്. അതില്ലാതാവുക എന്നുള്ളതും ഇവരുടെ പരിപാലനത്തിലടക്കം വലിയ പ്രശ്നമായി മാറും. നാട്ടാന പരിപാലന നിയമമൊക്കെ ഉണ്ട്. 2013 നാട്ടാന പരിപാലന നിയമം, ചട്ടം ഒക്കെ ഉണ്ട്. ഇതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് കോടതി എന്നുള്ളതാണ്. ആജ്ഞ ഇന്നിപ്പോൾ അവിടുത്തെ ഉത്സവമാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അവിടെ 15 ആനകൾ വേണമെന്നുള്ള ആവശ്യമാണ്. അതിപ്പോൾ അവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ അവർ അത്തരത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞോ? കോടതിയുടെ ഉത്തരവ് കാത്തിരിക്കുകയാണോ ക്ഷേത്രം? തീർച്ചയായിട്ടും രഞ്ജിത്ത്, കോടതിയുടെ ഉത്തരവിന് ശേഷം അതിനായി ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പേ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതാണ്: 3 മീറ്റർ ഡിസ്റ്റൻസിൽ വേണം ആനകളെ നിർത്താൻ. അതായത് എത്ര ആനകളുണ്ടോ അതിനിടയിൽ 3 മീറ്ററിന്റെ ഡിസ്റ്റൻസ് വേണം. ആനകൾ തമ്മിൽ ഇടയാനുള്ള സാഹചര്യം ഒഴിവാക്കാനും അതുപോലെ ആളുകളെ നിർത്തേണ്ടത് ആനയ്ക്ക് ചുറ്റും 10 മീറ്റർ അകലത്തിലുമായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആനകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മതപ്പാടിളകുകയോ അങ്ങനെ അല്ലെങ്കിൽ പ്രൊവോക്ഡ് ആകുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ, ആന വിരണ്ടോടുന്ന സാഹചര്യമുണ്ട്, മതം പൊട്ടണമെന്നില്ല. അപ്പോ അത്തരം സാഹചര്യങ്ങളിൽ ആളുകളെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നിർദ്ദേശം കോടതി വെച്ചത്. മാത്രമല്ല 24 മണിക്കൂർ ഒരു എഴുന്നള്ളത്തിന് ശേഷം 24 മണിക്കൂർ റെസ്റ്റ് ആനകൾക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പറയുമ്പോൾ 126 കിലോമീറ്റർ ഒക്കെ ഒറ്റ അടിക്ക് ആനയെ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടിയിൽ കയറ്റി അതായത് അതിന് ഇടുങ്ങി നിൽക്കാൻ പാകത്തിന് ഉള്ള വണ്ടികളിലൊക്കെ നിർത്തിക്കൊണ്ടുപോകുന്ന നിരവധി കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ കോടതിയുടെ ഇടപെടൽ വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിലുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്കറിയാം എന്തൊക്കെ കോടതി കാണുന്നത് വെൽഫെയർ ആണ്, മനുഷ്യരുടെ സുരക്ഷിതത്വം കൂടി പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനുകളുടെ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും ആ സമയത്ത് മാത്രമാണ് ചർച്ചയാവുന്നത്. ഈ ആനകളുടെ കാര്യത്തിലും അതാണ്. ഒരു ഡിസ്റ്റൻസ് ഇട്ട് ആനകളെ നിർത്തണം, ആനകളെ കാണുന്നവർക്ക് ഉള്ള എത്ര ദൂരം വേണമെന്ന കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. അത് ആനകളുടെ നല്ലതിനും ഒപ്പം ചുറ്റും കാണാൻ കൂടുന്നവരുടെ നല്ലതിനുമൊക്കെയായുള്ള ചില നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടായേക്കാം എന്ന് വേണം പ്രതീക്ഷിക്കാൻ. എത്രയൊക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാലും മാറ്റം വരാത്ത ഒന്നാണ് മലയാളികളുടെ നാട്ടാനപ്രേമം. ആചാരങ്ങളുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതിനാൽ ആനകളുടെ സഹനങ്ങളും കഷ്ടപ്പാടും അധികം ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. ആനകൾ നേരിടുന്ന ക്രൂരതകളെക്കുറിച്ചും നാട്ടാനകളുടെ പരിപാലനത്തിൽ നിലവിലെ നിയമത്തിലെ അപ്രായോഗികതയുമാണ് ഇതിന് കാരണം. കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം പോലും ഇതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. മലബാർ മേഖലയിൽ ഈ വർഷത്തെ പൂരക്കാലത്തിന് തുടക്കമായി. അതിനിടെയാണ് ഹൈക്കോടതി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശങ്ങൾ ഇന്നലെ വീണ്ടും പുറത്തിറക്കിയത്. ആന എഴുന്നള്ളിപ്പ് മതാചാരമല്ല എന്നും നാട്ടാനകളുടെ ജീവിതം നാസി ക്യാമ്പുമായൊക്കെ കോടതി ഉപമിച്ചു. ആനകളുടെയും പൊതുജനത്തിന്റെയും സുരക്ഷ പരിഗണിച്ചാണ് കോടതി ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിയതെങ്കിലും കർശനമായ നിർദ്ദേശങ്ങൾ എത്രത്തോളം പ്രായോഗികമാണെന്നത് ചോദ്യമായി നിലനിൽക്കുന്നു. നിയമത്തിന്റെ നൂലാമാലകളുടെയും ഉത്സവ കമ്മിറ്റിക്കാരുടെ കിടമത്സരങ്ങളുടെയും മുതലാളിമാരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കുമിടയിൽ തന്റെ ഭാഗം പറയാൻ കഴിയാതെ ദുരിതമനുഭവിക്കുന്നത് ആന മാത്രമാണ്. നിലവിൽ ആന എഴുന്നള്ളിപ്പിൽ കോടതിയുടെ നിർദ്ദേശം 2003 കേരള ക്യാപ്റ്റീവ് എലഫന്റ് മാനേജ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് റൂളിലും അതിന്റെ 2012 ഭേദഗതിയിലും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളവ തന്നെയാണ്. എന്നിട്ടും ഇവയിലെ പലതും ഇപ്പോഴും പ്രാവർത്തികമാക്കാൻ കഴിയാത്തത് ആന പരിപാലനത്തിനെ പറ്റിയുള്ള കൃത്യമായ ശാസ്ത്രീയ ധാരണ ഇല്ലാത്തതുകൊണ്ടും നിയമങ്ങൾ പിന്തുടരാനുള്ള പ്രായോഗിക തടസ്സങ്ങൾ കൊണ്ടുമാണ്. ആന അനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി കുറച്ചെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ആനയുടെ പ്രത്യേകതകളെപ്പറ്റി മനസ്സിലാക്കണം. മനുഷ്യരെ പോലെ വിയർപ്പ് ഗ്രന്ഥികൾ ആനകൾക്കില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്കൊരു പരിധിയിലധികം ചൂട് താങ്ങാൻ കഴിയില്ല. വലിയ ചെവികൾ വീശിയും തണലുകളിൽ അഭയം പ്രാപിച്ചും വെള്ളവും മണ്ണുമൊക്കെ ദേഹത്തേക്ക് തളിച്ചാണ് ശരീര താപനില നിയന്ത്രിക്കുന്നത്. ഇത്തരത്തിലൊരു ജീവിയെയാണ് പൂരത്തിന് മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തുന്നത്. പൂരം എഴുന്നള്ളിപ്പ് സമയത്ത് ആനകൾക്ക് വെള്ളം നൽകാറില്ല. ഇതിന് കാരണം കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം താപനില നിയന്ത്രിക്കാനായി ആന ദേഹത്ത് തളിക്കും. വെയിലത്ത് നിർത്തുന്ന ആനയെ നനവുള്ള ചാക്ക് വിരിച്ച് അതിൽ നിർത്തണമെന്ന നിർദ്ദേശമുണ്ട്. എന്നാൽ വെയിൽ കൊണ്ട് ചാക്ക് ചൂടാകുമ്പോൾ പുറത്തേക്ക് വരുന്ന ആവി ആനകൾക്ക് കൂടുതൽ ചൂട് മാത്രമാണ് നൽകുക. വളരെ സ്വാഭാവികമായ ഒന്നായ മതപ്പാടിനെ പറ്റി പോലും കൃത്യമായ ധാരണ ഇന്നും പൊതുജനങ്ങൾക്കില്ല. ഈ മതപ്പാടിൻ്റെ ശക്തി കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ഉള്ള ചില വാക്സിൻസ് ലോകത്ത് അവൈലബിൾ ആണ്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ധാരാളമായിട്ട് ആനകൾ ഉപയോഗിക്കുന്ന ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ. ഏകദേശം 1.5 മാസത്തിലധികം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സ്വാഭാവിക ഹോർമോൺ ഇംബാലൻസ് പീരീഡ് മാത്രമാണിത്. ഈ സമയത്ത് ആനകളെ കെട്ടിയിടുക എന്നത് ഒരു പരിധിവരെ ക്രൂരമായ ഒന്നാണെങ്കിലും നാട്ടാനകളുടെ കാര്യത്തിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലതാനും. ഈ സമയങ്ങളിൽ ഇണചേരാനുള്ള അവസരം ഒരുക്കി കൊടുത്താൽ പോലും മതപ്പാട് ശമിക്കാൻ പോകുന്നില്ല എന്നത് മറ്റൊരു വസ്തുത. മതപ്പാട് വരാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ല, ആരോഗ്യമുള്ള ഒരു ആനയ്ക്കാണ് മതപ്പാട് തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യം ഒരല്പം ക്ഷയിപ്പിച്ച് ആനകൾ മതപ്പാടിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമവും പലരും നടത്തും, അല്ലെങ്കിൽ നടത്തുന്നുണ്ട്.
ആനകളുടെ പരിപാലനത്തിന് നിയമങ്ങളുണ്ടെങ്കിലും അതിന്റെ നടത്തിപ്പിലെ സാങ്കേതിക തടസ്സങ്ങൾ ഏറെയാണ്. ഒരു പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് വേറൊരു പഞ്ചായത്തിൽ പോയി ഒരു ആനയെ ചികിത്സിക്കാൻ അയാളുടെ പ്രവൃത്തി സമയത്തൊക്കെ നിയമ തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുക. ആനകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ആ രീതിയിൽ എനിക്ക് തോന്നുന്നു മൃഗസംരക്ഷണ വകുപ്പും വനം വകുപ്പും കൂടി കുറേ കൂടി ഒരു സഹകരണത്തിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അസുഖങ്ങൾ വരാതിരിക്കാനുള്ള വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് കുറേ കൂടി കാര്യക്ഷമമായിട്ട് ചെയ്യാൻ കഴിയും. പാപ്പാന്മാർക്കുൾപ്പെടെ കൃത്യമായ പരിശീലനവും ശാസ്ത്രീയമായ പഠനങ്ങളും പ്രായോഗികമായ നിയമനിർമ്മാണവും കൊണ്ട് മാത്രമേ ആന സംരക്ഷണം കൂടുതൽ ശക്തമാക്കാൻ കഴിയുകയുള്ളൂ. നിയമം മൂലം ഇരുമ്പ് തോട്ടിയുടെ ഉപയോഗം നിരോധിച്ചതാണെങ്കിലും സമ്പൂർണ്ണ നിരോധനം ഇപ്പോഴും വിദൂരത്താണ്. നാട്ടാന പരിപാലന മേൽനോട്ടത്തിനായി 2012 നിയമ ഭേദഗതി പ്രകാരം ഓരോ ജില്ലയിലും കലക്ടർ ചെയർമാനായ കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഈ കമ്മിറ്റി ആനയെ ആഘോഷങ്ങളിൽ ഉൾപ്പെടുത്തുന്ന പ്രവണതയെ നിരുത്സാഹപ്പെടുത്തണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇവയൊക്കെ എത്രത്തോളം പിന്തുടരുന്നുണ്ട് എന്ന് ചോദ്യമായി ഇന്നും നിലനിൽക്കുന്നു. ആനയുടെ പരിപാലന ചെലവും ആനയിൽ നിന്നുള്ള വരുമാനവും തമ്മിലുള്ള വലിയ അന്തരമാണ് മികച്ച പരിപാലനം നൽകുന്നതിൽ നിന്നും ഉടമസ്ഥരെ പിന്നോട്ട് വലിക്കുന്നത്. ഒരിക്കലും മനുഷ്യനായി ഇണങ്ങാൻ സാധ്യതയില്ലാത്ത, എന്നാൽ ഇന്നും ആചാരങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ആനകൾ. ആചാരങ്ങൾക്കുപരി ആഘോഷ കമ്മിറ്റിക്കാർ ഉൾപ്പെടുന്നവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് ബലിയാടാവുകയാണ് ആനകൾ പലപ്പോഴും. ഉത്സവങ്ങളുടെ മാറ്റുകൂട്ടുന്നതിന് ആനകൾ അനിവാര്യമാണെങ്കിലും ആനകളുടെ എണ്ണം പരിധിയിലധികമാവാതെ നോക്കിയാൽ തന്നെ ഒരു പരിധിവരെ കാര്യങ്ങൾ സുഖകരമാകും. ശാശ്വത പരിഹാരം ഇന്നും വിദൂരത്താണെങ്കിലും ചെറിയ മാറ്റങ്ങൾ പോലും ആനകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വഴിവെക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വളരെ പ്രധാനപ്പെട്ട വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകും, തീരുമാനമുണ്ടാകും. സംസ്ഥാനത്ത് ആന പരിപാലനവുമായി ബന്ധപ്പെട്ട്, ഉത്സവങ്ങളിലെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുകയാണ് ഒരു കൂട്ടം ആനപ്രേമികൾ. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി വിധിക്കായി 1 മാസം വരെ കാത്തിരുന്നു ശേഷമാണ് നിയമനം നടത്തിയത്. VC നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് വിധി. സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാമെന്നും ഗവർണർ. പ്രതിഷേധത്തിനിടെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതലയേറ്റു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചുമതലയേറ്റത്. പ്രതിഷേധത്തിന്റെ കാരണം അറിയില്ലെന്ന് VC. ചർച്ചയ്ക്ക് തയ്യാറെന്നും ഡോക്ടർ കെ ശിവപ്രസാദ്. സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം. പുതിയ VC ഡോക്ടർ കെ ശിവപ്രസാദിനെ SFIയും ജീവനക്കാരുടെ സംഘടനകളും ചേർന്ന് ഉപരോധിച്ചു. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യം ഉണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. കുഞ്ഞിന്റെ ചെവിയും കണ്ണുമുള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല, കാലിനും കൈക്കും വളവും. പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ച ഒരു തട്ടിപ്പിന്റെ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. സർക്കാർ തന്നെ ഈ വിഷയത്തിൽ സ്ഥിരീകരണമുണ്ടായി. നമ്മുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്ന ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകളുടെ യോഗ്യതാ നിബന്ധനകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയാണ് വൻ ക്രമക്കേടിന് വഴിവെച്ചത്. 2017 2020 ഇടയിൽ 9021 പേർ ചട്ടവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതാണ് CAG റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. യോഗ്യതയില്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്രമരഹിതമായി വിതരണം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് വൻ നഷ്ടമുണ്ടായതായും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഉപജീവനത്തിന് മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കാവൂ എന്നാണ് ചട്ടം. ഇതിന് സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഇങ്ങനെ: അപേക്ഷകൻ കേന്ദ്ര സർക്കാരിൽ നിന്നോ
മറ്റ് സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ ശമ്പളം, പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ സ്വീകരിക്കുന്ന ആളായിരിക്കരുത്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച ആളായിരിക്കരുത്. പെൻഷൻ, കുടുംബ പെൻഷൻ തുടങ്ങിയവ സ്വീകരിക്കുന്ന ആളാകരുത്. ഇതിനു പുറമെ ആദായ നികുതിദായകനാകരുത് എന്നും സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ വ്യവസ്ഥകൾ ഇങ്ങനെയായിരിക്കെ സർക്കാർ ജീവനക്കാരോ സർവീസ് പെൻഷൻകാരോ താൽക്കാലിക ജീവനക്കാരോ ആണെന്ന വസ്തുത മറച്ചുവെച്ച് നിരവധി പേർ ക്രമരഹിതമായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായി അംഗീകാരം നേടി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് CAG റിപ്പോർട്ടിലെ പരാമർശം. 2017-നും 2020-നും ഇടയിൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പട്ടിക സംബന്ധിച്ച ഡാറ്റയുമായി സേവന പെൻഷൻ സോഫ്റ്റ്വെയറിന്റെ ലഭ്യമാക്കിയ ഡാറ്റ താരതമ്യം ചെയ്തതിലൂടെ 9201 സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും ക്രമരഹിതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതായാണ് കണ്ടെത്തൽ. ഇതിലൂടെ 39.27 കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് അനാവശ്യമായി ചെലവായത്. 2000 മുതലുള്ള ക്രമവിരുദ്ധമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കണക്കിലെടുക്കുകയാണെങ്കിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഡാന്, ഇപ്പോൾ സർക്കാർ പറയുന്നത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ്. മന്ത്രി തന്നെ പറയുകയാണ് ഇനിയും ഒരുപാട് പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട്, അതിനുശേഷമാകും ഇവരെക്കുറിച്ചുള്ള പേര് വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം സംസ്ഥാനം ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ക്രമക്കേടുകൾ ഈ വിഷയത്തിൽ നടന്നു കഴിഞ്ഞു. CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിട്ടും ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു പ്രശ്നം അതെന്തായാലും വീഴ്ച തന്നെയാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ വലിയ തട്ടിപ്പുകാർ ഇറങ്ങിയത്. എന്താണ് ഈ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടി? സമഗ്രമായ ഒരു അന്വേഷണം, ഒരു പരിശോധന ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ 1458 പേരുടെ പട്ടികയാണ് സർക്കാർ പുറത്തുവിട്ടത്. അതായത് ധനവകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയും ആ പരിശോധനയിലൂടെ 1458 ഉന്നത തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ലാത്തൊരു വസ്തുത, ഇവർ എത്ര നാളായി ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടായിരുന്നു, അത് സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ അത് പക്ഷേ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ പണം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതത് വകുപ്പുകൾക്ക്, അവർ ജോലി ചെയ്യുന്ന അതത് വകുപ്പുകൾക്ക് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഴയടക്കം അല്ലെങ്കിൽ പലിശയടക്കം ഈ പണം അവരുടെ പക്കൽ നിന്ന് എത്രയും വേഗത്തിൽ തിരിച്ചു പിടിക്കാൻ നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ നിയമപരമായ നടപടികൾ തന്നെ സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശമാണ് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് 2017 മുതൽ 2020 വരെയുള്ള കാലത്ത് സമാനമായ തരത്തിൽ തട്ടിപ്പ് നടന്നതായും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമരഹിതമായി 9021 പേർ കൈപ്പറ്റിയെന്നും വ്യക്തമാക്കുന്ന CAG റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ, പരാമർശങ്ങൾ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഴ്ച നേരത്തെ തന്നെ CAG ചൂണ്ടിക്കാണിച്ചിട്ട് CAG റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാൻ അന്നേ മുതൽ കഴിയാതെ പോയി? അല്ലെങ്കിൽ 2020 കഴിഞ്ഞപ്പോൾ 2024 ആയിട്ടുണ്ട്. ഈ തൊട്ടടുത്ത് നടന്ന പരിശോധനകളിലാണ് ഈ 1458 പേർ ഇങ്ങനെ ഇത് കൈപ്പറ്റുന്നുണ്ട് എന്ന വിവരങ്ങൾ സർക്കാരിന് ലഭിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുന്ന, പണം തിരിച്ചു പിടിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് കാലങ്ങളായി ഇത് തുടരുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് CAG റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനോടകം വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം സർക്കാർ ഖജനാവിന് തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. CAG റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് 2017-നും 2020-നും ഇടയിൽ മാത്രം ഇങ്ങനെ 9021 പേർ സമാനമായ തരത്തിൽ ക്രമരഹിതമായി പണം കൈപ്പറ്റിയതിലൂടെ 39 കോടി രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഏതാണ്ട് ഒരു വർഷം ഈ 1458 പേരുടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ഒരു വർഷം ഇവർ ഇങ്ങനെ അനർഹമായി പണം കൈപ്പറ്റുന്നതിലൂടെ 2 കോടി രൂപയ്ക്ക് മുകളിലാണ് സർക്കാരിനുണ്ടാകുന്ന നഷ്ടം. അങ്ങനെയാണെങ്കിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ച സമയം മുതൽ ഇതിനോടകം ഈ പട്ടികയിൽ ക്രമരഹിതമായി ഇടം പിടിച്ച ആളുകൾക്ക് പണം അനാവശ്യമായി കൊടുത്തത് മൂലം നമ്മുടെ ഖജനാവിനുണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ച സംവിധാനങ്ങളിലൂടെ ഈ അപേക്ഷകരുടെ മാനദണ്ഡം അത് കൃത്യമായി പാലിച്ചാണോ സമഗ്രമായ പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഒന്നുകൂടി പോകണം. കുട്ടമ്പുഴയിൽ കാണാതായ
സ്ത്രീകളെ കണ്ടെത്തി എന്ന നിർണായകമായ വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്നലെ ഒരു മണിയോടെ കാട്ടിൽ കയറിപ്പോയവരെ 4 മണിക്ക് ശേഷം അവരെക്കുറിച്ച് ധാരണയില്ലാതാകുന്നു. 3 പേരാണ് പശുക്കളെ തിരഞ്ഞ് ഉൾവനത്തിലേക്ക് കയറിയ സ്ത്രീകളാണ്. അവരെ കണ്ടെത്തി എന്ന നിർണായകമായ സന്തോഷകരമായ ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അങ്ങനെ ഗ്രാമത്തിന്റെ ആശങ്ക അകലുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഈ സ്ത്രീകളെ കണ്ടെത്തി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവരമാണിത്. തെരച്ചിൽ ഇന്നലെ മുതൽ തുടരുന്നുണ്ട്. രാജ്ഞ, എന്താണ് ഏറ്റവും പുതിയ വിവരം? എങ്ങനെയാണ് ഇവരെവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? മറ്റു കാര്യങ്ങൾ അവര് ഉള്ള ലൊക്കേഷൻ കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് സ്ത്രീകളെ കണ്ടെത്തി അവരെവിടെയാണെന്നുള്ള സ്പെസിഫിക് ആയിട്ട് സ്പോട്ട് ഔട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും 6 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ അവരുണ്ട് എന്നാണ് കണ്ടെത്തിയത്. ഈ DFO ആണ് കാണാതായ 3 പേരെയും കണ്ടെത്തിയെന്ന് അറിയിച്ചിരിക്കുന്നത്. 6 കിലോമീറ്റർ ചുറ്റളവ് ഉണ്ടെന്നാണ് വനം വകുപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അവർ പുറത്തേക്ക് വരികയോ അതല്ലെങ്കിൽ ഇവര് എവിടെയാണെന്നുള്ളത് പിക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല. പക്ഷെ എത്ര ദൂരത്തിനുള്ളിൽ അവരുണ്ട്, എത്ര ദൂരപരിധിക്ക് അവരുണ്ട്, സുരക്ഷിതരായി ഇരിക്കുന്നു എന്നുള്ളതാണ് DFO ഇപ്പൊ അറിയിക്കുന്നത്. എന്തായാലും ഇന്നലെ 4 മണിയോടുകൂടി തുടങ്ങിയ തെരച്ചിലാണ്. അതിനുശേഷമാണ് 3 പേരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് DFO അറിയിക്കുന്നത്. 3 പേരെയും അതായത് 3 പേരും ഒരു ലൊക്കേഷനിൽ തന്നെ ഉണ്ട് എന്നുമാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 6 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ അവരുണ്ട് എന്നാണ് വനംവകുപ്പിന് കണ്ടെത്താനായിട്ട് ആയതുള്ളത്. മിനി മനോഹരൻ ഉണ്ട്, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. മിനി മനോഹരൻ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ വിവരങ്ങളൊന്നും കിട്ടിയില്ല എന്നായിരുന്നു. ഇപ്പോൾ അവരെ മനസ്സിലായി, അവരെവിടെയാണെന്ന് മനസ്സിലായി എന്നാണോ? അതെ, മനസ്സിലായിട്ടുണ്ട്. അറക്കമുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് സുരക്ഷിതമായിട്ട് 3 പേരെയും കണ്ടെത്തിയിട്ടുണ്ട്. വളരെ ശുഭകരമായ സന്തോഷകരമായ വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏത് സ്ഥലത്താ? അറക്കമുത്ത്. എത്ര ദൂരത്താണ് ഈ സ്ഥലം? അത് അവിടെ നല്ല ദൂരമുണ്ട്. ഏകദേശം കിലോമീറ്റർ പറയാൻ എനിക്ക് അറിയില്ല. എന്നാന്ന് വെച്ചാൽ നല്ല ദൂരം ഉണ്ടെന്നാണ് അറിവ്. കിലോമീറ്ററുകൾ നീ പോയായിരുന്നു. അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവില് അവരെ ഉദ്യോഗസ്ഥ ലെവലില് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയ വാർത്ത അവർ കണ്ടുകിട്ടി എന്നുള്ളതാണ്. സുരക്ഷിതമായിട്ട് തന്നെ ആളുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് കിട്ടിയ റിപ്പോർട്ട്. ആരാ, വനം വകുപ്പാണോ വിവരം അറിയിച്ചത്? അല്ല, എന്നെ ഒരു മെമ്പറാണ് വിളിച്ചത് അവിടുന്ന്. എന്തായാലും സന്തോഷമായില്ലേ? ആശ്വാസകരമാണല്ലേ? ആശ്വാസകരമാണ്. അപ്പൊ ഇനിയിപ്പോ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഞാൻ അറിയിക്കാം. ഓക്കെ മാഡം. ഓക്കെ, താങ്ക് യു. ഏതായാലും ആജ്ഞ, അതാണ് വിവരം. അവിടെ അറക്കമുട്ട എന്ന സ്ഥലമാണ്. വല്ല ദൂരമുണ്ട്, പക്ഷെ അവർ സുരക്ഷിതരാണെന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. ആജ്ഞ, അറക്കമുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് DFO അറിയിക്കുന്നത്. എന്തായാലും അവർ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പലവിധ ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം കാട്ടാനകളുണ്ട്, കാട്ടുമൃഗങ്ങളുണ്ട്. അത്തരത്തിൽ ഭയം ഒരു പക്ഷേ നേരത്തെ ഈ പഞ്ചായത്ത് മെമ്പർ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ ഇവരുടെ മൊബൈൽ കോൺടാക്ട് ചെയ്യാതിരിക്കാൻ റീസൺ പോലും ഈ മൊബൈൽ ഫോൺ റിംഗ് ചെയ്താൽ ഈ മൃഗങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ സുരക്ഷാ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതിലേക്ക് റിംഗ് ചെയ്യേണ്ട എന്നുള്ളൊരു മൊബൈലിലേക്ക് വിളിച്ചു നോക്കേണ്ട എന്നൊരു നീക്കത്തിലേക്ക് മാറിയതെന്ന് അവർ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇവര് ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഫോണിന്റെ ബാറ്ററി കുറവായിരുന്നു എന്ന് മായ പറയുന്നുണ്ട്. ഭർത്താവുമായി കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇന്നലെ 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒരു വിവരവും ഇവരെ പറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഉൾക്കാടാണ്. കാടിന്റെ എല്ലാ വശങ്ങളും ഇവർക്ക് പരിചിതമാകണം എന്ന് നിർബന്ധം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ അകപ്പെട്ടു പോയതായിരിക്കും. എന്തായാലും അവര് കണ്ടെത്തി 6 കിലോമീറ്റർ ചുറ്റളവിലോ ആണ് അവരുള്ളത് എന്ന് വനം വകുപ്പിനെ കണ്ടെത്താനായിട്ടുണ്ട്. എന്തായാലും അവർ സുരക്ഷിതരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ടെലിഫോൺ ലൈനിലുണ്ട്. മാഡം, എന്താണ് ഏറ്റവും പുതിയ വിവരം? ഇപ്പൊ ആളുകളെ കിട്ടിയിട്ടുണ്ട്, കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ്? ഈ അറക്കമുട്ട സ്ഥലമാണോ? ഇല്ല, അവര് ഈ ആളെ കൊണ്ടുവരുന്ന ധൃതിയില് ഫോൺ കട്ട് ചെയ്തു. ഞാൻ വിളിച്ചപ്പേ എന്തായാലും കണ്ടെത്തിയല്ലേ? കണ്ടെത്തി, കൊണ്ടുവരുന്നുണ്ട്. സുരക്ഷിതരാണ്? സുരക്ഷിതരാണ്. ആരാണ്? വനംവകുപ്പോ ഉദ്യോഗസ്ഥരൊക്കെ കൂടെ? വനംവകുപ്പ് എല്ലാവരും, ജനങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് കണ്ടെത്തിയത്. ശരി. അതാണ് ഏറ്റവും പുതിയ വിവരം. അറക്കമുത്തി ഭാഗത്ത് നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. കാണാതായ സ്ത്രീകളെ കണ്ടെത്തിയെന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നമുക്ക് ഈ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ആളോട് സംസാരിക്കാം. അവർക്കും വിവരം ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അവരെ വന്നുകൊണ്ടിരിക്കുകയാണ്, നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ബന്ധുക്കളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും ആശ്വാസകരമായ വിവരം. ശരി, ഏറ്റവും നിർണായകമായ വിവരം അതുതന്നെയാണ്. 3 സ്ത്രീകളെയാണ് കാണാതായത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.
വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി വിധിക്കായി 1 മാസം വരെ കാത്തിരുന്നു ശേഷമാണ് നിയമനം നടത്തിയത്. VC നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് വിധി. സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാമെന്നും ഗവർണർ. പ്രതിഷേധത്തിനിടെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതലയേറ്റു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചുമതലയേറ്റത്. പ്രതിഷേധത്തിന്റെ കാരണം അറിയില്ലെന്ന് VC. ചർച്ചയ്ക്ക് തയ്യാറെന്നും ഡോക്ടർ കെ ശിവപ്രസാദ്. സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം. പുതിയ VC ഡോക്ടർ കെ ശിവപ്രസാദിനെ SFIയും ജീവനക്കാരുടെ സംഘടനകളും ചേർന്ന് ഉപരോധിച്ചു. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യം ഉണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. കുഞ്ഞിന്റെ ചെവിയും കണ്ണുമുള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല, കാലിനും കൈക്കും വളവുണ്ട്. എന്നാൽ സ്കാനിങ്ങിൽ കുഴപ്പമില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്ന് കുട്ടിയുടെ മാതാപിതാക്കളായ അനീഷും സുറുമിയും. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. സംഭവം ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തും. വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വീണ ജോർജ്. മുനമ്പം വിഷയത്തിൽ കക്ഷികളായ എല്ലാവരെയും കേൾക്കുമെന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. 3 മാസം കൊണ്ട് പ്രവർത്തനം തീർക്കാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ വേഗത്തിൽ തീർക്കാൻ കഴിയും. ആവശ്യമെങ്കിൽ കൂടുതൽ സമയം ചോദിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം 47ാം ദിവസം. സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകളും വ്യക്തികളും സമരപന്തലിലേക്ക്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സമരസമിതി. വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി വിധിക്കായി 1 മാസം വരെ കാത്തിരുന്നു ശേഷമാണ് നിയമനം നടത്തിയത്. VC നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് വിധി. സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാമെന്നും ഗവർണർ. പ്രതിഷേധത്തിനിടെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതലയേറ്റു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചുമതലയേറ്റത്. പ്രതിഷേധത്തിന്റെ കാരണം അറിയില്ലെന്ന് VC. ചർച്ചയ്ക്ക് തയ്യാറെന്നും ഡോക്ടർ കെ ശിവപ്രസാദ്. സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം. പുതിയ VC ഡോക്ടർ കെ ശിവപ്രസാദിനെ SFIയും ജീവനക്കാരുടെ സംഘടനകളും ചേർന്ന് ഉപരോധിച്ചു. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യം ഉണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. കുഞ്ഞിന്റെ ചെവിയും കണ്ണുമുള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല, കാലിനും കൈക്കും വളവുണ്ട്. എന്നാൽ സ്കാനിങ്ങിൽ കുഴപ്പമില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്ന് കുട്ടിയുടെ മാതാപിതാക്കളായ അനീഷും സുറുമിയും. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. സംഭവം ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്കാനിംഗ് ഇനി നമ്മോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തിത്വം അതിഥിയായുണ്ട്. കൊച്ചിയിൽ വീണ്ടും ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന
മോംസ് ഓഫ് കൊച്ചി എന്ന സംഘടനയുണ്ട്. കാരണം കൊച്ചി നിവാസികൾക്ക് മാത്രമല്ല കേരളത്തിലെ ഒരുപാട് അമ്മമാർക്ക് വീട്ടമ്മമാർക്ക് അറിയാവുന്ന ഒരു സംഘടന കൂടിയാണ് മോംസ് ഓഫ് കൊച്ചി. വലിയൊരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി കൂടിയായ ശ്രീമതി രാഖി ജയശങ്കർ. സ്വാഗതം മാഡം. താങ്ക് യു. വലിയൊരു ഇവന്റിൽ വീണ്ടും തുടക്കം കുറിക്കാൻ പോവുകയാണ് അല്ലേ? മൂന്നാമത്തെ ഇവന്റ് ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? അതെ, മൂന്നാമത്തെ ഇവന്റ് ആണ്. ഇതുവരെയുള്ള 2 ഇവന്റിനേക്കാളും കുറച്ചും കൂടി സ്കെയിൽ അപ്പ് ചെയ്തിട്ടൊരു ഇവന്റ് ആണ്. അപ്പം നമ്മുടെ തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് അമ്മമാരുടെ ഒരു 150-160ഓളം സ്റ്റോളുകൾ ഉണ്ട്. അമ്മമാരുടെയും കുട്ടികളുടെയും കോമ്പറ്റീഷനും എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ AI അസിസ്റ്റഡ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ഉണ്ട്, അവിടെ നടക്കുന്നുണ്ട്. ഫ്രീ മെഡിക്കൽ ബേ ഉണ്ട്, മെഡിക്കൽ ചെക്കപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള മെഡിക്കൽ ബേ ഉണ്ട്. AR VR എക്സ്പീരിയൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേ സ്കൂളുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഡേ കെയർ, അതായത് 2.5 വയസ്സിൽ താഴെയുള്ള അമ്മമാർക്ക് കുട്ടികളെ അവിടെ ഏൽപ്പിച്ചിട്ട് ഷോപ്പ് ചെയ്യാനുള്ള ഡേ കെയർ സിസ്റ്റം ഉണ്ട്. പിന്നെ കുറച്ചൊരു വലിയ കുട്ടികൾക്കാണെങ്കിൽ പ്ലേ ജിം ഉണ്ട്. പിന്നെ ഫുഡ് കോർട്ട് ഏരിയ, വന്ന് കഴിക്കുക, എന്റർടൈൻഡ് ആകുക, പോവുക, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അമ്മമാരെല്ലാവരും എല്ലാം അമ്മമാര് തന്നെ ക്യൂറേറ്റ് ചെയ്തത് കൊണ്ടാണ് ഏഷ്യാസ് ലാർജസ്റ്റ് എക്സ്പോ ക്യൂറേറ്റഡ് ബൈ മദേഴ്സ് എന്ന ഒരു ടൈറ്റിലിൽ നമ്മളിപ്പോൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് മാഡം? ഇതൊരു പുതിയ ആശയമാണല്ലോ. കാരണം ഒരുപാട് സംഘടനകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അവരുടെയൊക്കെ. പക്ഷേ മോംസ് ഓഫ് കൊച്ചി, അത് അമ്മമാർ അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ ഒരു കൂട്ടായ്മ എന്ന ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അതിന്റെ ഒരു തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? അതിന് എന്റെ കുട്ടികൾ തന്നെ ആയിരിക്കും കാരണം കുട്ടികളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ നമ്മൾ ആരോട് ചോദിക്കും, ഒത്തിരി പേരെ വിളിക്കണം, ഗൂഗിൾ ചെയ്താലും ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ ഇത് ചോദിക്കാനൊരു പരിചയമുള്ള ഒരു അമ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ പൊതുവെ കുട്ടികളുടെ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെയാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാ സ്ഥലത്തും ഉള്ളവർ ഒരുമിച്ച് വരികയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇൻഫർമേഷൻ പാസിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തോളം സംഘടന ഇങ്ങനെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള അമ്മമാരെ അവരുടെ പ്രൊമോഷൻസ് ഇടുന്നതൊക്കെ കണ്ടപ്പോഴാണ് ഇതിന് വേറെയും സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ഓൺടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ്, പിന്നെ അങ്ങനെ പതുക്കെ ഓരോ നീഡ് ബേസ്ഡും ഇൻട്രസ്റ്റ് ബേസ്ഡും ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അങ്ങനെ പുതിയ ആശയങ്ങൾ വരികയാണ് ഉണ്ടായത്. ഈ തുടക്കത്തിൽ എത്ര പേരായിരുന്നു? തുടക്കക്കാർ എത്ര പേരായിരുന്നു? തുടങ്ങുമ്പോൾ 20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ 4000-ലധികം പേരുണ്ട്. വലിയ വളർച്ചയാണ് അല്ലേ? വലിയ വളർച്ചയാണ്. അത് നമ്മളെ തുടങ്ങി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മോംസ്പോ നടത്തി. അപ്പൊ 28 ബ്രാൻഡുകളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ അപ്പോഴത്തേക്ക് ഒരു 120 പേരെന്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പക്ഷെ നമുക്ക് നമ്മുടെ കൂടെയുള്ളത് 250-ലധികം ബ്രാൻഡുകളും 4000-ലധികം അമ്മമാരുമാണ്. ഈ നമ്മുടെ ഈ ഇത്തരം ഒരു എക്സ്പോ എന്നതിനപ്പുറം ഒരു വർഷത്തിലെ ഒരു കൂട്ടായ്മ എന്നതിനപ്പുറം മറ്റൊരുപാട് ആക്ടിവിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. നമ്മൾ അമ്മമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ട് എക്സിബിഷൻ ഈ അടുത്ത് നടത്തിയിരുന്നു. വീട്ടമ്മമാരായ അമ്മമാർക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്ത് ശീലമില്ലാത്ത അമ്മമാർക്ക് അതിനുള്ള സാധ്യതകൾ വരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ആർട്ട് എക്സിബിഷൻ നടത്തിയിരുന്നു. ഇപ്പൊ ഇവിടെ തന്നെ നമ്മള് ഈ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റേർഡ് ആയതുകൊണ്ട് നമ്മുടെ പ്രൊസീഡ്സ് എല്ലാം എങ്ങനെയായാലും നമ്മൾ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടായിരിക്കും പോവുക. അപ്പൊ ഇപ്പൊ സ്റ്റോളുകളാണെങ്കിലും നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഉണ്ടാക്കിയ സാധനങ്ങൾ ഉള്ള ഒരു സ്റ്റോൾ നമ്മൾ ഫ്രീ സ്റ്റോൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റോളില് നമ്മുടെ എക്സ്പോയിൽ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന എല്ലാ ഹാമ്പേഴ്സും ഇടുന്ന കവർ ഉണ്ടാക്കിയതും സ്പെഷ്യൽ കിഡ്സിന്റെ ഒരു സ്കൂളിൽ നിന്നാണ്. പിന്നെ നമ്മൾ ഒരു ഇതുപോലെ തന്നെ സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ പെൻ, അതാണ് നമ്മൾ നമ്മുടെ എക്സ്പോയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇതിനു മുൻപ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അവയർനെസ് പ്രോഗ്രാംസ്, അങ്ങനെ അവയർനെസ് പ്രോഗ്രാംസും ഇതുപോലത്തെ ആർട്ട് എക്സിബിഷൻ പോലത്തെ ഉള്ള അമ്മമാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഇതുവരെ നമ്മൾ 3 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് പൊതുവെയുള്ള ഒരു പിന്തുണയൊക്കെ എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഇത് ഈ ആശയത്തെ പിന്തുണ ചാരക്ക് എത്തിയിട്ടുണ്ട്? ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിന്റെ പ്രസ് റിലീസ് വായിക്കുമ്പോൾ ഒരുപാട് പ്രമുഖർ കൂടി പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ. അവരുടെയൊക്കെ ഒരു പിന്തുണ എനിക്ക് തോന്നുന്നു ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് ഓരോ ദിവസവും അല്ലേ? അതെ, നമ്മൾ മോംസ്പോ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു, കുറച്ച് ഗ്രാൻഡ് സ്കെയിലാവുമ്പോൾ ഇത് ഒരുപാട് നമ്മുടെ കയ്യിൽ ഒതുങ്ങിയില്ലേ എന്ന്. പക്ഷെ നമ്മളിത് സ്പോൺസേഴ്സ് ആണെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആശയമാണ് അവർക്ക് എപ്പോഴും എന്താ പറയാ, ഒരുപാട് നമുക്ക് കൺവിൻസിങ്ങിന്റെ ആവശ്യം പോലും വന്നിട്ടില്ല. അവരെല്ലാവരും ഓക്കെ ആയിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അവര് നമ്മള് ശ്രീ ലോക്നാഥ് ബെഹ്റ സാറിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ചെന്ന സമയത്ത് ക്ലോസിംഗ് സെറമണിയിൽ അദ്ദേഹമാണ്, KMR നമ്മുടെ ട്രാവൽ പാർട്ണർ ആയതുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഡൽഹിയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രമുഖരെ വരുന്നതെന്ന് പറഞ്ഞത് ശ്രീ ഹൈബീഡൻ ആണ് വരുന്നത്. നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി ലക്ഷ്മിക്കുട്ടി അമ്മ, വനമുത്തശ്ശി എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മയാണ്. ചീഫ് ഗസ്റ്റ് ആയിട്ട് ഹൈബീഡൻ ഉണ്ടാവും, ശ്രീ ഹൈബീഡൻ. പിന്നെ ശ്രീമതി അന്ന ലിൻഡ ഈഡൻ ഉണ്ടാവും.
ക്ലോസിംഗ് സെറമണിയിലാണെങ്കിലും ശ്രീ ലോക്നാഥ് ബെഹ്റ ഉണ്ടാവും. പിന്നെ നമ്മുടെ അഡ്ജുഡിക്കേറ്റർ ആയിട്ട് ശ്രീ സാം, അതായത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമുക്ക് അന്ന് സർട്ടിഫിക്കറ്റ് തരാനായിട്ട് അവർ അസൈൻ ചെയ്ത അഡ്ജുഡിക്കേറ്റർ, ഇവരെല്ലാം വരുന്നുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ പിന്തുണ എന്ന് പറഞ്ഞാൽ അവര് നമ്മൾ പറയുമ്പോൾ തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് തന്നെ അവർക്ക് നമുക്ക് തന്നെ അറിയാം. ആ ഒരു പിന്തുണ വളരെ നമുക്ക് പ്രത്യേകിച്ച് കൺവിൻസിങ്ങിന്റെ ആവശ്യം വന്നിട്ടില്ല. ഈ പല തലത്തിൽ നമുക്കറിയാം സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല തലത്തിൽ ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും അവരുടെ ജീവിതമൊന്നും ഒരു കളർഫുൾ ആകണമെന്നൊന്നുമില്ല. അങ്ങനെ ആളുകളെ കണ്ടെത്തുകയും ഈ കൂട്ടായ്മയിലുള്ള ആളുകൾ അടക്കം അല്ലെങ്കിൽ പുറത്തുള്ളവരെ സഹായിക്കുക, അവർക്ക് പരസ്പരം ഉപദേശങ്ങൾ നൽകുക, അല്ലെങ്കിൽ അവരെ ഒരു പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അത്തരം പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ സംഭവിക്കാറുണ്ടോ മാഡം? ഉണ്ട്. നമ്മളിപ്പോ ഞാൻ ഈ സബ് ഗ്രൂപ്പ്സ് ആദ്യം പറഞ്ഞത് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പം സിംഗിൾ മദേഴ്സിന് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ എല്ലാവരും സിംഗിൾ മദേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ജഡ്ജ്മെന്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സോൺ അവിടെ കിട്ടുകയാണ്. അപ്പൊ അവര് ഇപ്പൊ ചിലര് ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിലുള്ളവർക്കൊക്കെ എവിടെ ചോദിക്കണം, ഒരു ഡൗട്ട് ചോദിക്കണം. അപ്പൊ അവിടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പൊ അവരതിനുള്ള ഉള്ള അഡ്വക്കേറ്റ്സ് അവര് വോളണ്ടിയർ ചെയ്തിട്ടാണ് ഇവർക്കുള്ള ലീഗൽ അഡ്വൈസ് എല്ലാം കൊടുക്കും. പിന്നെ നമുക്ക് ടെർമിനലി ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ് ഉള്ള അമ്മമാർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ഡോക്ടേഴ്സും വോളണ്ടിയർ ചെയ്തിട്ട് ഇവർ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ഫ്രീ ആയിട്ട്, ടെക്നിക്കലി ഒരു കൺസൾട്ടേഷൻ തന്നെയാണല്ലോ, അപ്പൊ അത് അവർ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ നമുക്ക് അതുപോലത്തെ സ്പെഷ്യൽ കിഡ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പ്രീ ലവ്ഡ് ഐറ്റംസിന്റെ, അതാണ് നമ്മുടെ ഏറ്റവും എന്താ പറയാ എല്ലാവർക്കും ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞത്. ഈ 4 ഗ്രൂപ്പുകളാണ് മെയിൻ ആയിട്ടും. അതിൽ ഈ പ്രീ ലവ്ഡ് തന്നെ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു ആസ്പെക്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് വളരെയധികം സ്വാഗതം കിട്ടിയ ഒരു ഇതാണ്. ഇപ്പൊ ഈ സ്പെഷ്യൽ കിഡ്സിന്റെ തന്നെ നമ്മുടെ ഫാഷൻ ഷോ ഉണ്ട് നമ്മുടെ ഈ മോംസ് പോയ്ക്ക്. ആ കുട്ടികൾ റാമ്പിൽ കയറാണ്. ശരി. അപ്പോൾ ഒപ്പം ഈ ഇതിൽ ആക്റ്റീവായി മെമ്പേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാരവായിട്ടുള്ളവരിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുണ്ടല്ലോ, എല്ലാ പ്രൊഫഷനിൽ നിന്നുള്ളവരും ഉണ്ടാവുമല്ലോ. അവരുടെയൊക്കെ സഹായം ഒരുപാട് വിലമതിക്കുന്നതാവും. എന്തോ അവരുടെയൊക്കെ സഹായവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഉണ്ട്. അതായത് നമ്മുടെ കോർ ടീമിൽ തന്നെ ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു ഓൺട്രപ്രണർ ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവരുടെ എക്സ്പെർട്ടീസ് ഒരു നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളെ പ്രൊഫഷണൽ ഇലസ്ട്രേറ്റർ ആണ്. അപ്പൊ ഇവരുടെ എക്സ്പെർട്ടീസ് നമുക്ക് ടൈമും എനർജിയും നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ 9 കോർ മെമ്പേഴ്സും 30 ഗവേണിംഗ് ബോഡി മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ ഇതെല്ലാം അമ്മമാരാണ്. ഇവരെല്ലാവരും വോളണ്ടിയർ ചെയ്ത് ഒരുമിച്ച് നിന്നിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അപ്പോൾ ഈ നാളെ തുടങ്ങി 2 ദിവസത്തെ വലിയ പരിപാടിയാണ്. വലിയ പാർട്ടിസിപ്പേഷൻ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ മെമ്പേഴ്സ് അല്ലാത്ത ആളുകളും ഫാമിലിയായിട്ട് വരുമ്പോ തന്നെ ഒരു വലിയ എമൗണ്ട് ആവുമല്ലോ. അപ്പൊ നമ്മൾ നല്ല പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോഡ്സ് ഗ്രേസ് നന്നായി വരുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും വളരെ നന്ദി ശ്രീമതി രാഖി ജയശങ്കർ ഞങ്ങളുടെ അതിഥിയെത്തിന്. മോംസ് ഓഫ് കൊച്ചിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നാളെയും മറ്റന്നാളുമായാണ് മോംസ് ഓഫ് കൊച്ചിക്കാർ വീണ്ടും ഒത്തുചേരുന്നത്. അമ്മമാരുടെ അത്ഭുത കൂട്ടായ്മയ്ക്ക് ആ ദിനം 2 ദിവസം വേദിയാവുകയാണ്. രാഖിയാണ് ചേർന്ന് ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി വളരെ പെട്ടെന്ന് വേഗവാർത്തകളിലേക്ക് പോകണം. ഹരി ചേരും. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളും സുരക്ഷിതർ. കണ്ടെത്തിയതായി തിരച്ചിലിനിറങ്ങിയ സംഘം. ഇന്നലെ വൈകിട്ട് പശുവിനെ തേടിയാണ് സ്ത്രീകൾ കാട്ടിലേക്ക് പോയത്. രാത്രിയിൽ പരിശോധനയ്ക്ക് കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും വെല്ലുവിളിയായിരുന്നു. ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം പ്രതിദിനം 80,000 എന്ന കണക്ക് പിന്നിട്ടു. ഇന്നലെ നടയടയ്ക്കും വരെ 18ാം പടി കയറിയത് 86,015 തീർത്ഥാടകർ. രാവിലെ 6 മണി വരെ പടി ചവിട്ടിയത് 21,665 പേർ. ഇപ്പോൾ സന്നിധാനത്തെത്തുന്നത് മണിക്കൂറിൽ 4,000-ഓളം തീർത്ഥാടകർ. ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിൽ തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കേണ്ടെന്ന ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത് ശബരിമല തന്ത്രിയും മാളികപ്പുറം മേൽശാന്തിയും. കോടതി നിർദ്ദേശം പ്രായോഗികമായി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് മുൻകൈയെടുക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാനൊരുങ്ങി ദേവസ്വം ബോർഡ്. തൃപ്പൂണിത്തുറ ശ്രീപൂർണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതി ഉത്തരവ് ഇന്ന്. ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ ഇളവ് തേടി ക്ഷേത്രം നൽകിയ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. ഉത്സവത്തിന് 15 ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി തേടിയാണ് ക്ഷേത്രം ഭാരവാഹികളുടെ ഹർജി. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്.
സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടിന് കാരണം അപേക്ഷകളുടെ യോഗ്യതാ നിബന്ധനകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച വീഴ്ച. 2017-നും 2020-നും ഇടയിൽ 9,021 പേർ ചട്ടവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായാണ് CAG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. യോഗ്യതയില്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്രമരഹിതമായി വിതരണം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് വൻ നഷ്ടമുണ്ടായതായും CAG റിപ്പോർട്ടിൽ പരാമർശം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും നാളെ മണ്ഡലത്തിലെത്തും. രാവിലെ 11-ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന ഇരുവരും മുക്കത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. കരുളായി, വണ്ടൂർ, ഇടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്ക ഗാന്ധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഞായറാഴ്ച മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളുണ്ട്. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം വിട്ടുകൊടുത്തവർ പ്രതിസന്ധിയിൽ. വീട് നിർമ്മിക്കാൻ എയർപോർട്ട് അതോറിറ്റി NOC നൽകാത്തതിനാൽ ദുരിതത്തിലായത് 400-ലധികം പേർ. NOC ലഭിക്കാത്തതിനാൽ നിർമ്മിച്ച വീടുകൾക്ക് നമ്പർ കിട്ടുന്നില്ലെന്നും പരാതി. എയർപോർട്ട് അതോറിറ്റിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിൽ. അസാധാരണ അംഗവൈകല്യത്തോടെ കുട്ടി ജനിച്ചതിൽ ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ വേറെയും പരാതി. ഡോക്ടർ പുഷ്പ എടുത്ത പ്രസവത്തിൽ കുഞ്ഞിന്റെ തോളെല്ലും ഞരമ്പുകളും തകർന്നതായി രക്ഷിതാക്കൾ. 1.5 വയസ്സുള്ള കുട്ടിയുടെ കൈ ഭാഗികമായി തളർന്ന നിലയിലാണ്. കുട്ടിയുടെ അമ്മ അശ്വതിയുടെ ചികിത്സയിലും പിഴവുണ്ടായി. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതി നൽകിയിട്ടും ആശുപത്രി അധികൃതർ തുടർ നടപടിയെടുത്തിട്ടില്ല. ദേശീയ വാർത്തകൾ. ഉത്തർപ്രദേശ് സംഭാൽ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പ്രാദേശിക സിവിൽ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജുമുഅ നമസ്കാരത്തിന് മുന്നോടിയായി പള്ളിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. പുറത്തുനിന്നുള്ളവർ മുൻകൂർ അനുമതിയില്ലാതെ സംഭാലിലേക്ക് പോകുന്നതിൽ നാളെ വരെ വിലക്കുണ്ട്. മുംബൈയിൽ എയർ ഇന്ത്യ പൈലറ്റ് സൃഷ്ടി തുലിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. യുവതിയുടെ പുരുഷ സുഹൃത്ത് ആദിത്യ പണ്ഡിറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സൃഷ്ടിയുടെ കുടുംബം രംഗത്തെത്തി. നടന്നത് കൊലപാതകമാണെന്നും പിന്നിൽ ആദിത്യ പണ്ഡിറ്റാണെന്നും കുടുംബം ആരോപിച്ചു. യുവതിയെ ആദിത്യ പരസ്യമായി അപമാനിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും പണം തട്ടിയെടുത്തെന്നും കുടുംബം ആരോപിക്കുന്നു. മരണത്തിന് 15 മിനിറ്റ് മുമ്പ് സൃഷ്ടി തങ്ങളെ ഫോണിൽ വിളിച്ചതായും സന്തോഷവതിയായി സംസാരിച്ചതായും കുടുംബം പറഞ്ഞു. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമാകുന്നു. വായു നിലവാര സൂചിക 500 കടന്നു. പ്രതിസന്ധി മറികടക്കാൻ ശുദ്ധീകരിച്ച ഓക്സിജൻ വിലയ്ക്ക് വാങ്ങി ജനങ്ങൾ. 20 മിനിറ്റ് ശുദ്ധവായു ശ്വസിക്കുന്നതിന് ചിലവ് 299 മുതൽ 499 രൂപ വരെ. അന്താരാഷ്ട്ര വാർത്തകൾ. ലോക സർവമത സമ്മേളനം ഇന്ന് മുതൽ വത്തിക്കാനിൽ. ശ്രീനാരായണ ഗുരു നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് 3 ദിവസം നീളുന്ന സമ്മേളനം. ഇന്ന് വൈകിട്ട് 7-ന് സ്നേഹസംഗമത്തോടെ തുടക്കമാകും. നാളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവാദ പ്രഭാഷണം നടത്തും. കൗമാരക്കാരിൽ സാമൂഹിക മാധ്യമ ഉപയോഗം കുറയ്ക്കാനുള്ള നിർണായക നിയമം പാസാക്കിയ ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ളവർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്ന ബില്ലാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കിയത്. ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ ഇരുസഭകളും ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. വ്യവസ്ഥകൾ ലംഘിക്കുന്ന പക്ഷം $5 കോടി ഓസ്ട്രേലിയൻ പിഴ. കായിക വാർത്തകൾ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കില്ലെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ഇക്കാര്യം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനെ അറിയിച്ചു. ICC യോഗം ഇന്ന് ചേരാനിരിക്കെയാണ് പാക് ക്രിക്കറ്റ് ബോർഡ് നിലപാട് വ്യക്തമാക്കിയത്. ടൂർണമെന്റ് നടക്കണമെങ്കിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം പുറത്തു നടത്തുന്ന ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കണമെന്നാണ് ICCയുടെ നിലപാട്. ചാമ്പ്യൻസ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് ലിവർപൂൾ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ലിവർപൂളിന്റെ വിജയം. ഇതുവരെയുള്ള 5 കളികളും ജയിച്ച ഒരേ ഒരു ടീമായി ലിവർപൂൾ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് കയറി. നോക്കാം പ്രാദേശിക വാർത്തകൾ. ആറ്റിങ്ങൽ ടൗണിലെ റോഡുകൾ തകർന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ആറ്റിങ്ങൽ BTS റോഡ്, ചിറ്റാറ്റിൻകര വലിയകുന്ന് റോഡ്, ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ റോഡ്, കച്ചേരി നടക്കരിച്ചിയിൽ റോഡ്, ചുടുകാട് റോഡ് എന്നിവിടങ്ങളിൽ ഗതാഗതം സാധ്യമല്ലാതായി. ഉടൻ നടപടി വേണമെന്ന് പൊതുപ്രവർത്തകർ. ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
ശബരിമലയിൽ ഇന്നലെയും ഇന്നും തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ദർശനത്തിന് തിരക്കേറി ഇന്നലെ നടയടയ്ക്കും വരെ 18-ാം പടി കയറിയത് 86,015 തീർത്ഥാടകരാണ്. ഇന്ന് പുലർച്ചെയും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 6 മണി വരെ 21,665 പേർ 18-ാം പടി കയറി. മണിക്കൂറിൽ 4,000-ഓളം തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തുന്നത്. CV അനുമോദിന്റെ റിപ്പോർട്ട്. ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 86,000-ത്തിലധികം തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇത് രാത്രി 12 മണി വരെയുള്ള ഒരു കണക്കാണ് 86,000 എന്നുള്ളത്. പുലർച്ചെ വരേക്കും പിന്നെയും തിരക്ക് നീളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മണിക്കൂറിൽ 4,000-നും 5,000-നും ഇടയിൽ തീർത്ഥാടകർ 18-ാം പടി കയറുന്നു എന്നാണ് പോലീസിന്റെ കണക്കുകൾ ഉള്ളത്. മരക്കൂട്ടം മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടുത്ത തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ മണിക്കൂറുകളോളം അയ്യപ്പന്മാർക്ക് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. രാവിലെ 8 മണി വരേക്കും ഏതാണ്ട് 30,000-ത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വലിയ കണക്ക് തന്നെയാണ് ഉള്ളത്. മണിക്കൂറിൽ 4,000-നും 5,000-നും ഇടയിൽ അയ്യപ്പന്മാർ 18-ാം പടി കയറുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വിവിധ ഇടങ്ങളിൽ ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. നിലവിൽ പമ്പയിലും അയ്യപ്പന്മാരുടെ വലിയ ഒരു ഒഴുക്കുണ്ട്. തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ അയ്യപ്പന്മാരെ നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും സന്നിധാനത്തേക്ക് കയറ്റിവിടുക. അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകൾ എടുക്കേണ്ടി വരും സന്നിധാനത്തേക്ക് എത്തുവാൻ. കഴിഞ്ഞ ദിവസം തന്നെ 12-ാം വിളക്കിന് ശേഷമാണ് സാധാരണഗതിയിൽ മലബാറിലെയും കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പന്മാർ ഏറ്റവും കൂടുതലായിട്ട് ശബരിമലയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നാളെ അവധിയാണ്, മറ്റന്നാളും അവധിയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു തിരക്ക് കൂടുതലായിട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ് സന്നിധാനത്ത് ഉള്ളത്. പലപ്പോഴും തലേ ദിവസം രാത്രി നട അടച്ചതിന് ശേഷം ആളുകൾ 18-ാം പടി കയറി രാവിലെ ദർശനം നടത്തി മടങ്ങുന്ന തരത്തിലേക്കാണ് സാഹചര്യങ്ങളുള്ളത്. 18-ാം പടി എപ്പോഴും ആളുകളെ കയറ്റിവിടുന്നതുകൊണ്ടാണ് തിരക്ക് കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, ഏറ്റവും അധികം തീർത്ഥാടകർ കാത്തു നിൽക്കേണ്ടി വരുന്നത് 18-ാം പടി കയറാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. അപ്പോൾ ആ ഒരു തിരക്ക് ഒഴിവാക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും പുതിയതായിട്ടുണ്ടായിരിക്കുന്നത്. അതേസമയം കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ ഒരു തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ട്രാക്ടറുകളുടെ സമയക്രമത്തിൽ മാറ്റം വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ അവധി ദിവസങ്ങളിൽ, അത് ശനി, ഞായർ, അതേപോലെയുള്ള അവധി ദിവസങ്ങളിലൊക്കെ തിരക്ക് വർദ്ധിക്കുമെന്നിരിക്കെ ട്രാക്ടറുകൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നടത്തുന്നതിലും സമയക്രമത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ സന്നിധാനം, ശബരിമല സന്നിധാനം തിരക്കിന്റെ അതിന്റെ ഏറ്റവും വലിയ ഒരു തലത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ പമ്പ മുതൽ സന്നിധാനം വരെ അധികൃതർ ഏർപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ മരക്കൂട്ടം മുതൽ അയ്യപ്പന്മാരെ കൃത്യമായ സമയക്രമം വെച്ചാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്ത് എത്തിക്കാൻ മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. CV അനുമോദാണ് സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെയാണ് ഹൈക്കോടതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായത്. ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിൽ തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കേണ്ടെന്നാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. വിധിയെ സ്വാഗതം ചെയ്ത് ശബരിമല തന്ത്രിയും മാളികപ്പുറം മേൽശാന്തിയും രംഗത്തെത്തി. കോടതി നിർദ്ദേശം പ്രായോഗികമായി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. ഇതിനിടെ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നീക്കവും തുടങ്ങി. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മലയാള സിനിമയുടെ ചരിത്രത്തിനൊപ്പം എഴുതപ്പെട്ട പേരാണ് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടേത്. സുവർണ ജൂബിലി നിറവിൽ മുഖം മിനുക്കി ഒരുങ്ങുന്ന ചിത്രാഞ്ജലിയുടെ വിശേഷങ്ങൾ കാണാം. ഐഷത്തുൽ ഷംനയുടെ റിപ്പോർട്ട്.
മദ്രാശി മാറി കേരളം മലയാള സിനിമയുടെ ആസ്ഥാനമായി മാറിയപ്പോൾ അതിന് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നൽകിയ സംഭാവന അത് ചെറുതൊന്നുമല്ല. ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോ 50ാം വാർഷികത്തിലേക്ക്, അതിന്റെ സുവർണ ജൂബിലിയിലേക്ക് കടക്കുകയാണിപ്പോൾ. 1500ഓളം സിനിമകൾ ചിത്രീകരിച്ച ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ വിശേഷങ്ങളും അതിന്റെ ചരിത്രവുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വാ. ചിത്രാഞ്ജലി സ്റ്റുഡിയോന്റെ അകത്തുള്ള മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പണ്ടത്തെ സിനിമകളിൽ ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടർ, ക്യാമറകള്, എഡിറ്റിംഗ് ഉപകരണങ്ങൾ, അങ്ങനെ പണ്ടത്തെ സിനിമയുടെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു ചരിത്രം തന്നെ, ഒരു കാലഘട്ടം തന്നെ ഉണ്ട് ഈ മ്യൂസിയത്തിനകത്ത്. ഇതാണ് പഴയകാല സിനിമകളിൽ ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടർ. ഇതിനുള്ളിൽ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, പഴയ റീലൊക്കെ ഇതിനകത്ത് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അപ്പൊ ഇതാണ് പണ്ട് മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന പ്രൊജക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വഴി ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്ടറിന് തന്നെ മറ്റൊരു പ്രൊജക്ടർ കാണാം. ഒപ്പം പ്രോസസ്സിംഗ് നടക്കുന്ന ഒരു ഏരിയ ഇവിടെയാണ്. നമ്മുടെ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആക്കി മാറ്റുന്നത് ഈ ഒരു ഏരിയയിലാണ്, അല്ലെങ്കിൽ ഈ പ്രോസസ്സിംഗിലാണ്. ഓരോ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കൂടി നല്ല ഓരോന്നും മാറി മാറി വരുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓരോ ലൈറ്റുകളുണ്ട്. ഇതാണ് പണ്ടത്തെ സിനിമയിൽ ഉപയോഗിച്ചിരുന്ന ലൈറ്റുകൾ. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്യാമറകളാണ്. മലയാള സിനിമയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ക്യാമറകളും ഇവിടെ നമുക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ലൊക്കേഷനുകളിലെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രം. ഇവിടെയാണ് ഡബ്ബിംഗ് നടക്കുന്ന, പഴയ സിനിമകളിലെ ഡബ്ബിംഗ് ചെയ്തിരുന്ന മൈക്കാണിത്. അതിന്റെ സൗണ്ട് മിക്സിംഗ് നടക്കുന്നത് ഇവിടെ ആയിരുന്നു. ഇതാണ് മൂവിയോല. പണ്ടത്തെ എഡിറ്റിംഗ് നടക്കുന്നത് ഇതിലാണ്. ഇതിലിങ്ങനെ ഫിലിം ഇട്ട് ഇതിനകത്തൂടെ നമുക്ക് കാണാൻ പറ്റും സിനിമയൊക്കെ. എന്നിട്ടാണ് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന ആ പ്രോസസ്സൊക്കെ നടന്നിരുന്നത് ഈ മൂവിയോലൊക്കെ അകത്താണ് പണ്ട്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയില് ഇതുവരെ 1500ഓളം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്തെ ഇവിടെ ഷൂട്ട് ചെയ്തതും ഒപ്പം തന്നെ അല്ലാതെ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ, ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ വർണ്ണ ചിത്രം, അവാർഡ് കിട്ടിയ സിനിമകൾ, അങ്ങനെ പണ്ടത്തെ നമ്മുടെ പ്രേം നസീറിന്റെയും ജയന്റെയൊക്കെ ആ ഒരു കാലഘട്ടം മുതലുള്ള അത്തരം സിനിമകളുടെ പോസ്റ്റേഴ്സാണ് ഇതെല്ലാം. ഒരുപാട് വർഷങ്ങൾ മുമ്പത്തെ 1961 സിനിമയുടെ വരെ പോസ്റ്ററുകൾ ഇവിടെയുണ്ട്. അങ്ങനെ അതിന്റെ ഒരു വലിയ ശേഖരം കൂടി നമുക്ക് വന്ന ഈ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോ ഫൈനൽ സൗണ്ട് മിക്സിംഗ്, അതായത് നമ്മളൊരു തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ അവിടെ വരുന്ന ആ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇവിടെ. ചേട്ടാ, ഇത് എന്താണ് ശരിക്കും? ഇത് ശരിക്കും നമ്മൾ സറൗണ്ട് മിക്സ് എന്ന് പറയും. നമ്മൾ വീട്ടിലെ 5.1 പോലെ നമ്മൾ മിക്സിങ് എന്ന് വെച്ചാൽ ഇപ്പം ഡയലോഗ് ഉണ്ടാവും, എഫക്ട്സ് ഉണ്ടാവും, പിന്നെ മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം കൂടെ ഏകീകരിച്ച് നമ്മൾ തിയേറ്ററിൽ എങ്ങനെയാണ് കേൾക്കുന്നത് അത് ആ രീതിയിൽ ചെയ്യാനുള്ള സ്ഥലമാണ്. ചിത്രാഞ്ജലിയുടെ ഔട്ട്ഡോർ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ലാൻഡ്സ്കേപ്പുകൾ, അമ്പലങ്ങൾ, വില്ലകളൊക്കെ സെറ്റ് ഇട്ടത് കാണാം ഇനി. പ്രകൃതിയെ ഇത്രമാത്രം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇതിന്റെ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും എഡിറ്റിംഗും സൗണ്ട് മിക്സിംഗ് പ്രോസസ്സും എല്ലാം ഈ ചിത്രാഞ്ജലിയിൽ നടക്കുന്നത്. അതിന് KSFDCയുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവരതിന് എന്താ സംഭാവന നൽകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 75 ഏക്കറോളം നീണ്ടു കിടക്കുന്ന ഈ ചിത്രാഞ്ജലിയെ ഇത്ര മനോഹരമായി വെക്കുന്നത് അവർ തന്നെയാണ്. 1975 രൂപീകൃതമായ KSFDC പൊതുമേഖലയിൽ വന്നതോടുകൂടി ഇതിന്റെ ഒരു ചിത്രം തന്നെ മാറുകയായിരുന്നു. അവിടെ നിന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ വരുന്നു. നിരവധി സിനിമാ മേഖലയിലെ സാങ്കേതികവും ദാർശനികവും അതുപോലെ തന്നെ തത്വാധിഷ്ഠിതവുമായിട്ടുള്ള ഫോട്ടോഗ്രാഫി അടക്കമുള്ള അതിന്റെ എസ്തെറ്റിക് സെൻസ് അടക്കമുള്ള
ഇന്ന് വന്ന് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ വരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയും KSFDC മാറിയിട്ടുണ്ട്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ സിനിമാ നിർമ്മാണം പൂർത്തിയാക്കി കേരളത്തിൽ നിന്ന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ചിത്രാഞ്ജലിയിൽ ഒരുങ്ങുകയാണ്. കണ്ടു തീരാത്ത കാഴ്ചകൾ തന്നെയാണ് ചിത്രാഞ്ജലിയിൽ ഉള്ളത്. എന്തായാലും 50ാമത്തെ വാർഷികത്തിലോട്ട്, അതിന്റെ സുവർണ ജൂബിലിയിലോട്ട് കടക്കുമ്പോൾ ഇനിയും കൂടുതൽ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ചിത്രാഞ്ജലി. ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. വിമതർക്കെതിരെ നടപടി ഘടിപ്പിച്ച് സിറോ മലബാർ സഭ. മഞ്ഞപ്ര ഇടവകയിലെ സഹവികാരി ഫാദർ ജെഫിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇടവക വികാരി പള്ളിയിൽ സർക്കുലർ വായിക്കുന്നതിനിടെ സഹവികാരി മൈക്ക് ഓഫ് ചെയ്താണ് നടപടിക്ക് കാരണം. ഫാദർ ജെഫിനെ ഇടവകയിൽ നിന്ന് മാറ്റുകയും പൊതു കുർബാന അർപ്പിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം, ഈ വിമതർക്കെതിരെയുള്ള നടപടികൾ കഴിഞ്ഞ് കുറേ ദിവസമായി ഉണ്ടാകും, പ്രതിഷേധങ്ങൾക്ക് മറുപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ? രഞ്ജിത്ത്, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മഞ്ഞപ്ര മാസ്ലീവ ഫൊറോന പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുർബാനയ്ക്കിടെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടനും സഹവികാരിയും ഫാദർ ജെഫും തമ്മിൽ തർക്കമുണ്ടായത്. അതായത് ഈ കുർബാനയ്ക്കിടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ സർക്കുലർ വായിക്കാൻ ഈ ഇടവക വികാരി ശ്രമിച്ചു. ഇതിനിടെ വികാരിയുടെ മൈക്ക് ഈ സഹവികാരി ഫാദർ ജെഫ് ഓഫ് ചെയ്യുകയും ഈ സർക്കുലർ വായിക്കുന്നത് തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇത് ഈ ഇടവക വികാരിയുടെ മൈക്ക് ഓഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിരൂപത നേതൃത്വത്തിന് മുന്നിൽ, കൂരിയയ്ക്ക് മുന്നിൽ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന് മുന്നിൽ പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫാദർ ജെഫിനെതിരെ നടപടി ഉണ്ടായിരിക്കുകയും എന്നതാണ്. അതായത് പരസ്യ കുർബാന അർപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇടവകയുടെ സഹവികാരി ചുമതലയിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ഞപ്ര ഫൊറോന പള്ളിയിൽ ഈ വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇത് അതിരൂപതയിൽ എമ്പാടും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിമത വൈദികരും വിമത വിശ്വാസികളും ഇന്ന് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ ഒരു പ്രതിഷേധ സംഗമം നടത്താൻ ആലോചിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് പ്രതിഷേധം നടക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ പ്രതിഷേധ സംഗമത്തിനാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിമത വൈദികനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയുള്ള എല്ലാ പ്രതിഷേധങ്ങൾക്കും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ വിമതർ ഒത്തുകൂടരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഫാദർ ജെഫിനെ സസ്പെൻഡ് ചെയ്തത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഇന്നലെയും ഈ മഞ്ഞപ്ര പള്ളിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിമത വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഫാദർ ജെഫിനെ തിരിച്ചടിക്കില്ല, നടപടി തുടരും എന്ന് തന്നെയാണ് അതിരൂപത നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു സൂചനയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ കുറെ നാളുകളായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വിഭാഗം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴും സഭാ നേതൃത്വം, അതിരൂപത നേതൃത്വം സംയമനം പാലിക്കുകയായിരുന്നു. നടപടികൾ ആർക്കെതിരെയും സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ആദ്യമായി ഒരു വൈദികനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വിമതർക്കെതിരെ ശക്തമായ നടപടികളിലേക്കാണ് സഭാ നേതൃത്വം പോകുന്നത് എന്നാണ് വിവരം. നമുക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് പോകാം. സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. തൃശൂർ ഓട്ടുപാറ സ്വദേശികളായ ഉണ്ണികൃഷ്ണൻ രജനി ദമ്പതികളുടെ മകൾ നിത്യ ഉണ്ണികൃഷ്ണന്റെ 5ാം പിറന്നാളാണ് ഇന്ന്. നിത്യയ്ക്ക് എല്ലാ പിറന്നാൾ ആശംസകളും നേരുന്നു. സന്തോഷകരമായ ഒരു പിറന്നാൾ ദിവസം, സന്തോഷകരമായ ഒരു വർഷമൊക്കെ നേരുകയാണ് നിത്യ. ഹാപ്പി ബർത്ത്ഡേ. രാജീവിന്റെയും റജിയുടെയും 25ാമത് വിവാഹ വാർഷികം ആണ് ഇന്ന്. രാജീവും റജിയും സന്തോഷകരമായി ഇരിക്കുന്നു. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇനിയുള്ള ജീവിതത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. മറക്കരുത്, നമ്മുടെ ന്യൂസ് 8-നൊപ്പം സ്പെഷ്യൽ ഡേ സെഗ്മെന്റ് സെലിബ്രേറ്റ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, നെയിം, പേര്, ഡേറ്റ്, ഒപ്പം നിങ്ങളുടെ ദിവസവും കൂടി ചേർത്താൽ ന്യൂസ് 8 സ്ക്രീനിൽ നിങ്ങളെ കാണാം. നിങ്ങൾക്കും സൂമിലും മറ്റും പങ്കെടുക്കാം. ആശംസകൾ ഞങ്ങൾ നേരിട്ട് അറിയിക്കുകയും ചെയ്യാം. മറക്കരുത് വയനാടിനെ. പുനരധിവാസമാണ് എല്ലാം തകർത്തെറിഞ്ഞ് നാട്ടിൽ ശേഷിക്കുന്ന ജനങ്ങളൊന്നാകെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ തങ്ങളുടെ ഭൂമിയിൽ കഴിയാനുള്ള അനുവാദമാണ് ചൂരൽമല നിവാസികൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. സർക്കാരിന്റെ പുനരധിവാസ പട്ടിക തയ്യാറാക്കുന്നതിലെ അനിശ്ചിതത്വം തുടരുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട മണ്ണിൽ കഴിയാൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് ഇവർക്കുള്ളത്.
ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ചെറുപട്ടണങ്ങളിൽ ഒന്നായ ചൂരൽമല ഇന്നൊരു തകർന്ന പ്രദേശമാണ്. ഉരുൾപൊട്ടൽ കൊണ്ടുപോയതിന്റെ ശേഷിപ്പും അടഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളും മാത്രം ബാക്കിയുള്ള സ്ഥലം. ഒരു കാലത്ത് പൊന്നും വിലയുണ്ടായിരുന്ന ഈ സ്ഥലം ഇന്നാർക്കും വേണ്ട. ഈ നാടിനെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന കുറച്ചുപേർക്ക് പക്ഷേ ഇവിടം വിട്ടുപോകാനാകില്ല. സർക്കാർ സുരക്ഷിതമായ ദൂരപരിധി നിശ്ചയിച്ച് ഈ നാട്ടിൽ തന്നെ കഴിയാൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് ഇവർക്കുള്ളത്. ചൂരമല ഈ 10-12 വാർഡുകളിലെ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ. അപ്പം നമുക്കിപ്പോൾ നമ്മളെ ജോലി സംബന്ധമായാലും നമുക്കൊരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കാര്യങ്ങൾ ഉണ്ടാവില്ല. സത്യത്തിൽ ഈ കുടിവെള്ളം പോലും ഇവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കാനുള്ള വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പോലും നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾ ഇവിടെ താമസിക്കുകയും ചെയ്യുക, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ ഉണ്ടാക്കി തരുകയും ചെയ്യുക. മരണപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് അവരെ പുനരധിവാസം പെട്ടെന്നാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം അത്യന്താപേക്ഷിതമാണ്. അത് വൈകാനും പാടില്ല. പക്ഷേ ഇവിടെ ഉരുൾപൊട്ടൽ നശിപ്പിക്കാത്ത വീടുകൾ ഉള്ളവരുണ്ട്. ദുരന്ത മേഖലയ്ക്ക് അടുത്തായതുകൊണ്ട് മാത്രം താമസിക്കാൻ അനുവാദം നൽകില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കരുതെന്നും ഇവർ പറയുന്നു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് അടിയന്തരമായിട്ട് ചെയ്താലാണ് ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ലോണിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബാങ്കുകാർ നമുക്ക് ലോണ് കാര്യങ്ങൾ ചെയ്യോ, നമുക്ക് കൃഷി അവിടെ ചെയ്യാൻ കഴിയോ, ബിൽഡിംഗ് അവിടെ പണിയാൻ കഴിയുമോ എന്നുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ ആ ഒരു ദൂരത പരിധി എത്രയും പെട്ടെന്ന് നിശ്ചയിച്ചാലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ളവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ചൂരൽമല പഴയതുപോലെ പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അത് സാധ്യമാകുമോ എന്ന് പറയാനാകില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സർക്കാരിന്റെയും നിർദ്ദേശങ്ങൾ മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇവരുടെ ആവശ്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. രാവിലെ ഇതോടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ന്യൂസ് 18 വാർത്തകൾ തുടരും. നമസ്കാരം.